Good afternoon. Good afternoon, ma'am. Good afternoon, Good ma'am. afternoon, ma'am. Okay. Good afternoon all. നമ്മളിപ്പോ ബയോമെഡിക്കൽ വേസ്റ്റ് അല്ലെങ്കിൽ കുറച്ച് ഹസാർഡസ് സിംബൽസ് ആണ് പറയുന്നത് കേട്ടോ. കുറച്ച് കോഷൻസ് വാർണിങ്സ് ഒക്കെ ആയിട്ട് കാണുന്ന കുറച്ച് സിംബൽസുകളാണ് ഇനി നമ്മളിപ്പോ ഈ കാണുന്നത്. ബയോ ഹസാർഡസിനുള്ള സിംബലാണ് ഏത്? ഈ 3 സർക്കിൾ, നടുക്കൊരു സർക്കിൾ കാണുന്നില്ലേ? ഈ ഫസ്റ്റ് കാണുന്ന സിംബല് ചെയ്യാൻ പറ്റുന്നില്ല. ഫസ്റ്റ് ഈ ആരോ മാർക്ക് വന്നിരിക്കുന്നത് ഇത് ബയോ ഹസാർഡസിനുള്ള സിംബൽസ് ആണ്. സൈറ്റോടോക്സിക്സ്, നമ്മൾ സൈറ്റോടോക്സിക് എന്താന്ന് കവർ ചെയ്തതാണ്. അപ്പൊ സൈറ്റോടോക്സിക് ആയിട്ടുള്ള ഐറ്റത്തിനുള്ള സിംബലാണ് ഇന്നത്. അപ്പൊ ഈ ഒരു സിംബൽ ആയിരിക്കും നമുക്ക് ക്വസ്റ്റ്യനിൽ തന്നത്. ഏത് ട്രയാങ്കിളിന്റെ ഉള്ളിൽ ഇങ്ങനെ ഒരു സ്ലാഷ്, അതായത് അത് ഏത് സിംബൽ ആണ് എന്നുള്ളത് ചോദിക്കും. അതേപോലെ വാർണിങ്സ് കൊടുക്കുന്നത് ഇൻഫെക്ഷൻ വേസ്റ്റും ഡിസ്പോസ് ഓഫ് പ്രോപ്പർലി എന്നുള്ള വാർണിംഗ് ആണ് ഈ കൊടുത്തിരിക്കുന്നത്. ഇങ്ങനെ ഒരു സിംബൽ ആയിരിക്കും കൊടുക്കുന്നത്. ഇനി കോഷൻ കീമോതെറാപ്പിയുടെ സിംബൽ ആണ് ഈ താഴത്തെ സി. എന്നിട്ട് പറഞ്ഞിട്ട് ഈ ബയോഹസാർഡസിന്റെ സിംബൽ ഇല്ലേ, അതും കൂടി വരുമ്പോ എന്താണ്? കോഷൻ കീമോതെറാപ്പി ആ ഒരു ഏരിയയിൽ കാണുന്ന സിംബൽ ആണ് അത് കേട്ടോ. ഈ സിംബൽസ് നിങ്ങൾ നോക്കാം, അത് എന്ത് ചെയ്യാൻ നോക്കാം, പഠിക്കാനായിട്ട് നോക്കുക. സിംബൽസ് ഐഡന്റിഫൈ ചെയ്താൽ മതി. ബയോഹസാർഡസ് ആണോ, സൈറ്റോടോക്സിക് ആണോ, കോഷൻ കീമോതെറാപ്പിയുടെ ആണോ സിംബൽസ് എന്നുള്ളത് ഒന്ന് ഐഡന്റിഫൈ ചെയ്താൽ മതി കേട്ടോ. ഓക്കെ. ഇനി മാനേജ്മെന്റ് ആൻഡ് അഡ്മിനിസ്ട്രേഷൻ മസ്റ്റ് മേക്ക് ഷുവർ. താഴെ പറയുന്ന കാര്യങ്ങൾ നമ്മുടെ മാനേജ്മെന്റും അഡ്മിനിസ്ട്രേഷനും എന്ത് വരുത്തണം? ഉറപ്പ് വരുത്തണം, ഷുവർ ചെയ്യണം. അത് എന്തെല്ലാമാണെന്ന് നോക്കണത്. എവറി ഹോസ്പിറ്റൽ മസ്റ്റ് ഹാവ് വെൽ ഡിഫൈൻഡ് അവയർനെസ് ആൻഡ് ട്രെയിനിങ് പ്രോഗ്രാംസ്. നമ്മുടെ ഹോസ്പിറ്റൽസിൽ ഈ വേസ്റ്റ് ബയോമെഡിക്കൽ വേസ്റ്റ് മാനേജ്മെന്റ് ചെയ്യുന്ന വ്യക്തികൾ ഉണ്ടാവും. കുറെ പേഴ്സൺസ് ഉണ്ട് ഇതിൽ നേരിട്ട് എൻഗേജ് ചെയ്യുന്ന വ്യക്തികൾ. അപ്പൊ അവർക്ക് ആവശ്യമുള്ള അവയർനെസ്, അവർക്ക് അറിഞ്ഞുള്ള കാര്യങ്ങൾ എങ്ങനെയാണ് ചെയ്യേണ്ടത് എന്നുള്ളതിനെ കുറിച്ച് അവയർ ആവാത്ത കുറെ പേരുണ്ടാവും. അപ്പൊ അവർക്ക് ആവശ്യമുള്ള അവയർനെസ്സും ട്രെയിനിങ് പ്രോഗ്രാംസ് ഒക്കെ നമ്മൾ കൊടുക്കണം. നമ്മുടെ ഭാഗത്തുനിന്ന്, നമ്മുടെ ഇൻസ്റ്റിറ്റ്യൂട്ട് ഹോസ്പിറ്റലിന്റെ ഭാഗത്തുനിന്ന് കൊടുക്കണം. ഫോർ ഓൾ കാറ്റഗറി ഓഫ് പേഴ്സൺ കൺസേണിങ് ബയോമെഡിക്കൽ വേസ്റ്റ് ഹാൻഡിൽ ചെയ്യുന്ന ഓരോ വ്യക്തികൾക്കും നമ്മൾ നല്ല രീതിയിൽ ഈ വേസ്റ്റ് ഇന്നതൊക്കെയാണ്, ഇന്ന പ്രശ്നങ്ങളാണ് ഉള്ളത്, ഇന്ന കാര്യങ്ങൾ വേസ്റ്റ് മാനേജ് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ കൈകാര്യം ചെയ്യുമ്പോൾ നല്ല രീതിയിൽ ഗ്ലൗസ് ഇന്ന കാര്യങ്ങളൊക്കെ യൂസ് ചെയ്ത് വേണം നമ്മൾ അത് ഹാൻഡിൽ ചെയ്യാനുള്ളത് എന്നൊക്കെ ഉള്ള കാര്യങ്ങൾ, ചെറിയ ചെറിയ കാര്യങ്ങൾ പോലും അവരോട് എന്ത് ചെയ്യണം? കമ്മ്യൂണിക്കേറ്റ് ചെയ്യണം. അതേപോലെ നീഡിൽസ് ഒക്കെ, യൂസ്ഡ് ആയിട്ടുള്ള നീഡിൽസ് ഒക്കെ യൂസ് ചെയ്യുമ്പോൾ ഇന്ന കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കണം. കൈ മുറിവ് വരാൻ പാടില്ല, മുറിവുള്ള കൈ വെച്ചിട്ട് വേസ്റ്റ് ഹാൻഡിൽ ചെയ്യരുത്. ചെറിയ കാര്യങ്ങൾ പോലും നമ്മൾ അവർക്ക് കാര്യങ്ങൾ പറഞ്ഞ് കമ്മ്യൂണിക്കേറ്റ് ചെയ്ത് കൊടുക്കണം. ട്രെയിനിങ് ഹാസ് ടു ബി ഗിവൺ ഇൻ സ്യൂട്ടബിൾ ലാംഗ്വേജ്. നമ്മളൊന്ന് ആലോചിച്ച് നോക്കിയാൽ ബയോമെഡിക്കൽ വേസ്റ്റ് മാനേജ്മെന്റ് അല്ലെ വേസ്റ്റ് എടുക്കണ ആൾക്കാർക്ക് അത്ര ഇംഗ്ലീഷിലൊക്കെ ക്ലാസ് എടുത്ത് കൊടുത്തിട്ടുണ്ടെങ്കിൽ കാര്യം ഉണ്ടാവോ? ഭയങ്കരമായിട്ട് ലാംഗ്വേജ്, ഹൈ ലാംഗ്വേജിലൊക്കെ വന്ന് ക്ലാസ് എടുത്ത കാര്യമുണ്ടോ? ഇല്ല. അവർക്ക് അതെങ്ങനെയാണോ മനസ്സിലാവുന്നത് ആ ലാംഗ്വേജിൽ വേണം. നമ്മുടെ മദർ ടങ് ഏതാണോ ആ ഒരു ലാംഗ്വേജിൽ. ഇപ്പൊ ഹിന്ദിക്കാരൊക്കെയാണ് എടുക്കുന്നതെങ്കിൽ അവർ ഹിന്ദിയിലായിരിക്കും സംസാരിക്കേണ്ടത്. ആ ഒരു സ്യൂട്ടബിൾ ആയിട്ടുള്ള ലാംഗ്വേജിൽ അവർക്ക് മനസ്സിലാവുന്ന ഭാഷയിൽ വേണം നമ്മൾ അവരോട് ഓരോ കാര്യങ്ങളും കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനായിട്ട്. ഈച്ച് ഹോസ്പിറ്റൽ ഫുൾ സ്റ്റോപ്പ് ആണ്. അത് കഴിഞ്ഞിട്ട് ഈച്ച് ഹോസ്പിറ്റൽ ഷുഡ് സെറ്റ് അപ്പ് എ ഹോസ്പിറ്റൽ വേസ്റ്റ് മാനേജ്മെന്റ് കമ്മിറ്റി. ഓരോ ഹോസ്പിറ്റൽസിലും ഹോസ്പിറ്റൽ വേസ്റ്റ് മാനേജ്മെന്റ് കമ്മിറ്റികൾ ഉണ്ടാവണം, രൂപീകരിക്കണം. എന്നാൽ മാത്രമേ വേസ്റ്റ് മാനേജ്മെന്റ് പ്രോപ്പർ ആയിട്ട് കൊണ്ടുപോകാനായിട്ട് ആർക്ക് പറ്റുള്ളൂ? ഹോസ്പിറ്റൽസുകൾക്ക് പറ്റുള്ളൂ. ദിസ് കമ്മിറ്റി ഷുഡ് ബി ലയബിൾ ഫോർ മേക്കിംഗ് എ ഹോസ്പിറ്റൽ സ്പെസിഫിക് ആക്ഷൻ പ്ലാൻ ഫോർ ഹോസ്പിറ്റൽ വേസ്റ്റ് മാനേജ്മെന്റ് ആൻഡ് സൂപ്പർവിഷൻ, മോണിറ്ററിംഗ് ആൻഡ് ഇംപ്ലിമെന്റേഷൻ. ഈ പറഞ്ഞിട്ടുള്ള വേസ്റ്റ് മാനേജ്മെന്റ് കമ്മിറ്റീസ് ആണ് ഒരു ഹോസ്പിറ്റൽസിൽ ജനറേറ്റ് ചെയ്യുന്ന വേസ്റ്റ് എങ്ങനെ ഡിസ്പോസ് ചെയ്യണം എന്നുള്ള ഉത്തരവാദിത്തം ആർക്കാണ്? ഈ കമ്മിറ്റിക്കാണുള്ളത്. വേസ്റ്റ് എങ്ങനെ മാനേജ് ചെയ്യണം, അവരെങ്ങനെ ഒബ്സർവ് ചെയ്യണം, വേസ്റ്റ് മാനേജ്മെന്റ് എങ്ങനെ സൂപ്പർവൈസ് ചെയ്യണം, അവരെ മോണിറ്റർ എങ്ങനെ ചെയ്യണം, നിരീക്ഷിക്കണം എങ്ങനെയാണ്, അതിന്റെ ഇംപ്ലിമെന്റേഷൻ എങ്ങനെയാണ് അത് ഇംപ്ലിമെന്റ് ചെയ്യേണ്ടത്, ഇതൊക്കെ നോക്കേണ്ടത് ആരുടെ ഉത്തരവാദിത്തമാണ്? ഹോസ്പിറ്റൽ വേസ്റ്റ് മാനേജ്മെന്റ് കമ്മിറ്റിയുടെ ഉത്തരവാദിത്തമാണ്. The yearly report, accident needed, അതേപോലെ as required under biomedical
waste rule should be submitted to the concerned authority as in keeping biomedical waste rule format. അപ്പൊ നമ്മള് റിപ്പോർട്ടുകൾ സബ്മിറ്റ് ചെയ്യണം. ബയോമെഡിക്കൽ വേസ്റ്റ് ഒക്കെ പ്രോപ്പർ ആയിട്ടാണ് ബയോമെഡിക്കൽ വേസ്റ്റ് മാനേജ്മെന്റ് ബയോമെഡിക്കൽ വേസ്റ്റ് മാനേജ്മെന്റ് റൂൾ പ്രകാരമാണ് നമ്മൾ ഈ വേസ്റ്റ് ഒക്കെ ഡിസ്പോസ് ചെയ്യുന്നതെന്നുള്ളത് റിപ്പോർട്ട് മുഖേന നമ്മൾ എന്ത് ചെയ്യേണ്ടതായിട്ട് വരും, സബ്മിറ്റ് ചെയ്യേണ്ടതായിട്ട് വരും. എന്തെങ്കിലും പ്രശ്നം നമ്മുടെ ഹോസ്പിറ്റലിൽ നിന്ന് വേസ്റ്റ് റിലേറ്റഡ് ആയിട്ടുള്ള പ്രശ്നം ഉണ്ടെങ്കിൽ ഈ റിപ്പോർട്ടുകൾ നമ്മൾ ഗവൺമെന്റിന് സബ്മിറ്റ് ചെയ്യേണ്ടതൊക്കെ ആയിട്ടുണ്ട്. ഓക്കെ, നോക്കാം ഇനി. മെഷർ ഫോർ വേസ്റ്റ് മിനിമൈസേഷൻ. നമ്മൾ ബയോമെഡിക്കൽ വേസ്റ്റ് കുറയ്ക്കാനായിട്ട് നമുക്ക് എന്തൊക്കെ കാര്യങ്ങൾ, എന്തെല്ലാം മെഷേഴ്സ് എടുക്കാന്ന് പറയാം. ഫസ്റ്റ് നമ്മൾ ചെയ്യുന്നത് തന്നെയാണ് എന്താണ്, റീയൂസബിൾ ആയിട്ടുള്ള ഐറ്റംസ് വാങ്ങിക്കാൻ നോക്കാം. നമുക്ക് വീണ്ടും സ്റ്റെറിലൈസ് ചെയ്ത് യൂസ് ചെയ്യാൻ പറ്റുന്ന ഐറ്റംസ് നമുക്ക് വാങ്ങിക്കാം. ഗ്ലാസ്, മെറ്റൽസ് ഒക്കെ റിലേറ്റഡ് ആയിട്ടുള്ള ഗുഡ്സ് ആണ് വാങ്ങിക്കണമെങ്കിൽ നമുക്ക് കുറച്ച് എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് വീണ്ടും യൂസ് ചെയ്യാനായിട്ട് പറ്റും. സ്റ്റെറിലൈസ് ചെയ്ത് പ്രോപ്പർ ആയിട്ട് അണുവിമുക്തമാക്കി കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, അത് BMW എന്ന് പറയുന്ന ബയോമെഡിക്കൽ വേസ്റ്റ് അല്ലേ, മുമ്പത്തെ ക്ലാസ്സുകൾ ഉണ്ടായിരുന്നില്ലേ? ഓക്കെ, അപ്പോ എന്താണ്, നമ്മൾ റീയൂസബിൾ ആയിട്ടുള്ള ഐറ്റംസ് യൂസ് ചെയ്യാം. നമുക്ക് വീണ്ടും യൂസ് ചെയ്യാൻ പറ്റണം. ഒന്നിൽ കൂടുതൽ ടൈംസ് യൂസ് ചെയ്യാൻ പറ്റുന്ന ഐറ്റംസ് ആണെങ്കിൽ നമുക്ക് കുറച്ച് നാളത് എന്ത് ചെയ്യാൻ പറ്റും, യൂസ് ചെയ്യാനായിട്ട് പറ്റും. വേസ്റ്റിന്റെ അളവ് കുറവായിരിക്കും. അതേപോലെ നോൺ PVC പ്ലാസ്റ്റിക് ഐറ്റംസ് യൂസ് ചെയ്യാം. നോൺ PVC ആയിട്ടുള്ള പ്ലാസ്റ്റിക് ഐറ്റംസ് നമ്മൾ യൂസ് ചെയ്യുകയാണെങ്കിൽ ആണോ ബയോമെഡിക്കൽ വേസ്റ്റ്? ഒരു മിനിറ്റ്, നിങ്ങളൊന്ന് വെയിറ്റ് ചെയ്യോ. മോളിൽ പറഞ്ഞിരിക്കുന്ന ടോപ്പിക് മാനേജ്മെന്റ് ആൻഡ് അഡ്മിനിസ്ട്രേഷൻ മസ്റ്റ് മേക്ക് ഷുവർ എന്നുള്ള പോയിന്റ്സ് ഒന്ന് വായിക്കട്ടോ. മോക്ക് ടെസ്റ്റിന്റെ കാര്യം ഞാൻ നോക്കട്ടെ, ഒന്ന് വായിക്കൂ. ഓക്കെ, മോക്ക് ടെസ്റ്റ് റിപ്പീറ്റ് ചെയ്ത് വന്നിരുന്നു. എനിക്ക് മനസ്സിലായില്ല, മോക്ക് ടെസ്റ്റിൽ തെറ്റായിട്ടാണ് വന്നിരുന്നതെന്ന്. ഓക്കെ, ഞാനൊന്ന് ചെക്ക് ചെയ്യാം. ബയോമെഡിക്കൽ വേസ്റ്റ് ആണ് ഉത്തരം. എന്തായിരുന്നു കറക്റ്റ് ആൻസർ എന്ന് പറഞ്ഞു വന്നത്? വർക്കർ എന്നുള്ളത് കറക്റ്റ് ആണെന്ന് പറഞ്ഞു വന്നല്ലേ? ഞാൻ ചെക്ക് ചെയ്യട്ടെ കേട്ടോ, കാരണം ബയോമെഡിക്കൽ വേസ്റ്റ് ആണ്. അത് ചിലപ്പോ കൊടുത്ത സിസ്റ്റത്തിന്റെ അങ്ങനെ എന്തെങ്കിലും മിസ്റ്റേക്ക് ആവാനാണ് വഴി. ഞാൻ ചെക്ക് ചെയ്തിട്ട് പറയാം. പിന്നെ മോക്ക് ടെസ്റ്റ് റിപ്പീറ്റ് ചെയ്ത് വന്നിരുന്നു. ആരുടെയാണ് മോക്ക് ടെസ്റ്റ് റിപ്പീറ്റ് ചെയ്ത് വന്നത്? എന്റെ ആണോ? എന്റെ ക്വസ്റ്റ്യൻസ് ആയിരുന്നു 2 പ്രാവശ്യം വന്നേ. 2 ക്വസ്റ്റ്യൻസ് റിപ്പീറ്റ് ചെയ്ത് വന്നു. സെയിം ക്വസ്റ്റ്യൻസ് തന്നെ റിപ്പീറ്റ് ചെയ്യണ്ട. 6 ക്വസ്റ്റ്യൻസ് ഉണ്ടായിരുന്നോ? ഓക്കെ, ഞാൻ നോക്കട്ടെ കേട്ടോ, കാരണം 6 ക്വസ്റ്റ്യൻസ് ഉണ്ടായിരുന്നു. അത് കുഴപ്പമൊന്നുമില്ല, സെയിം ക്വസ്റ്റ്യൻ തന്നെ റിപ്പീറ്റ് ചെയ്ത് വന്നല്ലേ ഉള്ളൂ. 5 ക്വസ്റ്റ്യനാ വേണ്ടത്. ചിലപ്പോ ടൈപ്പ് ചെയ്തപ്പോ കൂടിപ്പോയിട്ടുണ്ടാവും. രണ്ടാമത് കഴിഞ്ഞ പ്രാവശ്യം ചോദിച്ച ക്വസ്റ്റ്യൻസ് വീണ്ടും ചോദിച്ചിട്ടുണ്ടായിരുന്നു. ഓക്കെ, ഞാൻ ചെക്ക് ചെയ്യാം.
ഓക്കെ നോക്കട്ടെ കേട്ടോ. ഞാൻ ചെക്ക് ചെയ്യാം കേട്ടോ. മോക്ക് ടെസ്റ്റിന്റെ കാര്യത്തിലൊന്ന് ചെക്ക് ചെയ്യാം. പിന്നെ ഓപ്ഷൻ കൊടുത്തതിൽ മിസ്റ്റേക്ക് ആണ്. ബയോമെഡിക്കൽ വേസ്റ്റ് എന്ന് തന്നെയാണ് അതിന്റെ ആൻസർ. ചിലപ്പോ അവര് ടിക്ക് ചെയ്തത് മിസ്റ്റേക്ക് ആയിട്ടായിരിക്കും. നോക്കട്ടെ കേട്ടോ. ഓക്കെ, വേറെ ക്വസ്റ്റ്യൻ മാറിയൊന്നും വന്നിട്ടില്ലല്ലോ. നമ്മൾ എടുത്ത പോർഷൻസ് തന്നെയല്ലേ. ചിലപ്പോ ചില ചാപ്റ്റേഴ്സ് ആവുമ്പോ നമുക്ക് അധികം ക്വസ്റ്റ്യൻസ് ഉണ്ടാവില്ല. അതേപോലെ തന്നെ എന്താ പറയാ, ഇവന് എടുക്കാൻ പോണ ചാപ്റ്റേഴ്സിലൊക്കെ ക്വസ്റ്റ്യൻസ് ഇപ്പൊ 3 ദിവസത്തേക്ക് നമുക്ക് ക്ലാസ്സിന്റെ എണ്ണം കൂടുതലും ചാപ്റ്ററിന്റെ വലിപ്പം കുറവും വരുമ്പോ ഇമ്പോർട്ടന്റ് ക്വസ്റ്റ്യൻസ് തന്നെ തരണം എന്നൊക്കെ പറയുമ്പോഴേ അപ്പൊ അങ്ങനത്തെ ഒരു പ്രശ്നം വരുന്നുണ്ട്. ഞാൻ എന്തായാലും ചെക്ക് ചെയ്തിട്ട് നോക്കാം കേട്ടോ. ഇന്നിപ്പം ചെക്ക് ചെയ്യും. ജസ്റ്റ് വെനസ്ഡേനുള്ളിൽ നമുക്ക് മോക്ക് ടെസ്റ്റിലെ മിസ്റ്റേക്ക് ഇന്ന് തന്നെ തിരുത്തും. ബാക്കി നോക്കിയിട്ട് ഞാൻ ചെയ്തോളാം കേട്ടോ. ഓക്കെ, മെഷേഴ്സ് ഫോർ വേസ്റ്റ് മിനിമൈസേഷൻ. നമ്മൾ എന്തൊക്കെ മെഷേഴ്സ് എടുക്കണം വേസ്റ്റ് കുറയ്ക്കാൻ വേണ്ടിയിട്ട്? ഗ്ലാസ്, റീയൂസബിൾ ഐറ്റംസ്, മെറ്റൽസ് യൂസ് ചെയ്യണം. അതേപോലെ നോൺ PVC പ്ലാസ്റ്റിക് ഐറ്റംസ് യൂസ് ചെയ്യുന്നത് നല്ലതായിരിക്കും. അതേപോലെ നല്ല ജെന്വിൻ ആയിട്ടുള്ള വേസ്റ്റ് മാനേജ്മെന്റ് റൂളുകൾ ഫോളോ ചെയ്യുക. അവരുടെ പ്രൊസീജിയേഴ്സ്, പോളിസീസ് നമ്മൾ എന്ത് ചെയ്യാം, ഫോളോ ചെയ്യാം. പിന്നെ എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പ്ലാസ്റ്റിക് റീസൈക്കിൾ ചെയ്യുന്ന പ്ലാസ്റ്റിക്കുകൾ യൂസ് ചെയ്യാം. നമ്മള് പ്ലാസ്റ്റിക്സ് റീസൈക്കിൾ ചെയ്യുന്നതിന് ഒരു സിമ്പിൾ കണ്ടിട്ടുണ്ടോ? നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ എന്നൊക്കെ അറിഞ്ഞൂടാ. ഈ കാണുന്ന സിമ്പിൾ ഇല്ലേ, ഈ ഒരു സിമ്പിളുള്ള പ്ലാസ്റ്റിക്കുകൾ എന്ത് ചെയ്യാം, യൂസ് ചെയ്യാം. അത് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, റീയൂസ് ചെയ്യാൻ പറ്റുന്ന പ്ലാസ്റ്റിക്കിന്. പ്ലാസ്റ്റിക്കിന്റെ ഒക്കെ നമ്മൾ പ്ലാസ്റ്റിക് ഐറ്റംസ് വാങ്ങിക്കുമ്പോൾ ഓക്കെ, അപ്പൊ നമ്മൾ പ്ലാസ്റ്റിക് ഐറ്റംസ് വാങ്ങിക്കുമ്പോൾ റീയൂസ് ചെയ്യാൻ പറ്റുന്ന പ്ലാസ്റ്റിക് ആണോ നോക്കാം. അങ്ങനത്തെ പ്ലാസ്റ്റിക് ഐറ്റംസ് വാങ്ങിക്കുകയാണെങ്കിൽ നമുക്ക് വീണ്ടും അത് എന്ത് ചെയ്യാൻ പറ്റും, റീയൂസ് ചെയ്യാൻ പറ്റും. നമുക്ക് നോക്കാം. മെഷേഴ്സ് ഫോർ വേസ്റ്റ് മിനിമൈസേഷൻ. ആസ് ഫാർ ആസ് പോസിബിൾ പർച്ചേസ് ഓഫ് reusable items made of glass, metal should be promoted. നമ്മൾ ഗ്ലാസും മെറ്റൽസും ആയിട്ടുള്ള ഐറ്റംസുകൾ നമ്മൾ എന്ത് ചെയ്യുക, യൂസ് ചെയ്യാം. അപ്പൊ കുറച്ചും കൂടി നമുക്ക് എന്താണ്, കുറച്ചും കൂടി കോസ്റ്റ്ലി, കോസ്റ്റ് ഫ്രണ്ട്ലി ആയിരിക്കും. അതേപോലെ നമുക്ക് സ്റ്റെറിലൈസ് ചെയ്ത് വീണ്ടും അത് എന്ത് ചെയ്യാൻ പറ്റും, യൂസ് ചെയ്യാനായിട്ട് പറ്റും. ചൂസൺ നോൺ PVC പ്ലാസ്റ്റിക് ഐറ്റംസ്. നോൺ PVC പ്ലാസ്റ്റിക് ഐറ്റംസ് നമ്മൾ സെലക്ട് ചെയ്യാം. അഡാപ്റ്റ് ദ പ്രൊസീജിയേഴ്സ് ആൻഡ് പോളിസി ഫോർ ജെന്വിൻ മാനേജ്മെന്റ് ഓഫ് വേസ്റ്റ് പ്രൊസീഡ്സ്. നമ്മൾ വേസ്റ്റ് ജനറേറ്റ് ചെയ്യുന്നുണ്ടല്ലോ, വേസ്റ്റ് മാലിന്യങ്ങൾ ഉത്പാദിപ്പിക്കുമ്പോൾ അത് ജെന്വിൻ ആയിട്ടുള്ള രീതിയിൽ, കറക്റ്റ് ആയിട്ടുള്ള രീതിയിൽ, കറക്റ്റ് ആയിട്ടുള്ള പോളിസീസും പ്രൊസീജിയേഴ്സും ഉപയോഗിച്ച് തന്നെ നമ്മൾ എന്ത് ചെയ്യാം, ഡിസ്പോസ് ചെയ്യുക. എസ്റ്റാബ്ലിഷ് effective and sound recycling policies for plastic recycling and contact with the authorized manufacturers. നമ്മൾ പ്ലാസ്റ്റിക് റീസൈക്കിൾ ചെയ്യുന്ന പ്ലാസ്റ്റിക്കുകൾ യൂസ് ചെയ്യാം. ഇനി നമ്മൾ ഈ പറഞ്ഞ എടുക്കുന്ന പ്ലാസ്റ്റിക്കുകൾ ഓതറൈസ്ഡ് ആയിട്ടുള്ള മാനുഫാക്ചേഴ്സ് ഒക്കെ ഉണ്ടാവും, അവർക്ക് തന്നെ തിരിച്ച് ഏൽപ്പിക്കുക. ചില കമ്പനിയിലെ ആൾക്കാരൊക്കെ അവരുടെ പ്ലാസ്റ്റിക് ബോട്ടിൽസ് അവർ തന്നെ കളക്ട് ചെയ്യും, റീയൂസബിൾ ആയിട്ടുള്ള പ്ലാസ്റ്റിക് ബോട്ടിൽസ്. അപ്പോ അത് ആ മാനുഫാക്ചറിന്റെ ഓതറൈസ് ചെയ്യുക, അവരോട് തന്നെ ആ കാര്യങ്ങൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാം. ഇത്രയുമാണ് നമ്മള് ബയോമെഡിക്കൽ വേസ്റ്റ് മാനേജ്മെന്റ് റൂൾ എന്ന് പറയുന്ന ചാപ്റ്ററിൽ കവർ ചെയ്തത്. വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള, കുറച്ച് ലെങ്തി ആയിട്ടുള്ള ഒരു ചാപ്റ്റർ ആയിരുന്നു ഏത്, നമ്മുടെ ബയോമെഡിക്കൽ വേസ്റ്റ് മാനേജ്മെന്റ് എന്ന് പറയുന്ന ചാപ്റ്റർ. അതിൽ എന്താണ് ബയോമെഡിക്കൽ വേസ്റ്റ്, അതിന്റെ ഒബ്ജക്റ്റീവ്സ്, സ്കോപ്സ്, സോഴ്സസ്, ക്ലാസിഫിക്കേഷൻ ഓഫ് ബയോമെഡിക്കൽ വേസ്റ്റ്, അത് നമ്മൾ നോക്കി. പിന്നെ എന്താണ് ഭയങ്കര ഇമ്പോർട്ടന്റ് ആയിട്ട് പറഞ്ഞത്, ബയോമെഡിക്കൽ വേസ്റ്റ് മാനേജ്മെന്റ് പ്രോസസ്സുകൾ നോക്കി. ഓരോ പ്രോസസ്സും, വേസ്റ്റ് കളക്ഷൻ, ഓരോ പ്രോസസ്സും നമ്മൾ 7-8 പ്രോസസ്സാണ് തോന്നുന്നു.
അല്ല 5 പ്രോസസ്സുകൾ. അതിൽ മെയിൻ ആയിട്ട് വരുന്നത് ട്രീറ്റ്മെന്റ് ആൻഡ് ഡിസ്പോസൽ ആണ്. വേസ്റ്റ് എങ്ങനെയാണ് ഡിസ്പോസ് ചെയ്യേണ്ടത്, എങ്ങനെയാണ് അത് ട്രീറ്റ്മെന്റ് കൊടുക്കേണ്ടത്, വേസ്റ്റ് എങ്ങനെയാണ് ഡിസ്പോസ് ചെയ്യണം എന്നുള്ളത്. അതേപോലെ തന്നെ വേസ്റ്റിന്റെ കാറ്റഗറീസുകൾ ഉണ്ടായിരുന്നു, അതും വളരെ ഇമ്പോർട്ടന്റ് ആയിരുന്നു. 10 കാറ്റഗറീസ് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. അതെന്തൊക്കെ വേസ്റ്റ് ആണെന്നും അത് ഏതൊക്കെ കളറുള്ള ബാഗുകളാണ് യൂസ് ചെയ്യേണ്ടതെന്നും അതെങ്ങനെ ഡിസ്പോസ് ചെയ്യേണ്ടതെന്നും നമ്മൾ കവർ ചെയ്തു. അത് കഴിഞ്ഞ് നമ്മൾ ട്രാൻസ്പോർട്ടേഷൻ സ്റ്റോറിങ് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ പഠിച്ചു. പിന്നെ നമ്മൾ ഇമ്പോർട്ടന്റ് ആയിട്ട് പറഞ്ഞത് ഇമേജിന്റെ കാര്യമാണ്. ഇമേജിനെ കുറിച്ച് പറഞ്ഞു. പിന്നെ നമ്മൾ വേസ്റ്റ് മാനേജ്മെന്റ് റിലേറ്റ് ചെയ്യുന്ന കുറച്ച് സിംബൽസുകൾ നോക്കി. വേസ്റ്റ് മാനേജ്മെന്റ് അഡ്മിനിസ്ട്രേഷൻ എന്തെല്ലാം കാര്യങ്ങളിലാണ് ശ്രദ്ധ കൊടുക്കേണ്ടത് നോക്കി. വേസ്റ്റ് കുറയ്ക്കാൻ വേണ്ടി നമുക്ക് എന്തൊക്കെ മെഷർ എടുക്കാൻ നോക്കി. എല്ലാവരും ഒന്ന് ഓടിച്ചൊന്ന് വായിച്ചു നോക്കി. ചാപ്റ്റർ മൊത്തമായിട്ട് ഓടിച്ചൊന്ന് വായിച്ചു നോക്കി. എന്തെങ്കിലും ഡൗട്ട്, ഈ ചാപ്റ്ററിൽ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കട്ടോ. വേഗം ചാപ്റ്റർ മൊത്തമായിട്ട് ഒന്ന് ഓടിച്ച് വായിച്ചു നോക്കാം. എന്തെങ്കിലും ഡൗട്ട്, നമ്മൾ ചാപ്റ്റർ കഴിഞ്ഞു, എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കാം. എല്ലാവരും വായിക്കാട്ടോ. വായിച്ചു കഴിയുമ്പോ ഒന്ന് മെസ്സേജ് അയക്കണം കേട്ടോ, വായിച്ചു കഴിയുമ്പോ. ഇൻസിനറേഷൻ ടെക്നോളജി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മള് ഈ പറഞ്ഞിട്ടുള്ള സിറിഞ്ച്, അതേപോലെ മെറ്റൽസ് ഒക്കെ ഉണ്ടല്ലോ, അത് നമ്മൾ എന്ത് ചെയ്യുന്നു, ഡിസ്പോസ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന ഒരു ടെക്നോളജിയാണ് ഇൻസിനറേഷൻ ടെക്നോളജി എന്ന് പറയുന്നത്. ഇതിൽ നമ്മൾ എന്താ ചെയ്യുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ കത്തിച്ച് കളയാണ്. ഒരു ഇൻസിനറേഷൻ ടെക്നോളജി ഇപ്പൊ നിങ്ങൾ ഇവിടെ പോയിട്ടുണ്ടെങ്കിൽ ബ്ലഡ് ഒക്കെ ടെസ്റ്റ് ചെയ്യാൻ വേണ്ടി പോകുമ്പോഴേ നമ്മള് ഈ സൂചി അവര് ഒരു മെഷീനിൽ വെച്ചിട്ട് ഒടിച്ച് കളയണ പോലെ നിങ്ങൾക്ക് തോന്നിയിട്ടുണ്ടോ? ബ്ലഡ് കളക്ട് ചെയ്തതിനു ശേഷം ആ കളക്ട് ചെയ്ത ആ സമയത്ത് യൂസ് ചെയ്ത സൂചി എന്തൊരു മെഷീനിൽ വെച്ചിട്ട് ഒരു സൗണ്ട് കേട്ടിട്ടുണ്ട് നിങ്ങള്? അത് ഒരു പ്രത്യേക സൗണ്ട് ആണ്. അതെന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ സൂചി അവർ ആ സമയത്ത് തന്നെ കത്തിച്ചു കളയാണ്. ചെറിയൊരു ബോക്സ് പോലത്തെ സംഭവത്തിൽ വെച്ചിട്ട് ഇങ്ങനെ പെട്ടെന്ന് തന്നെ എന്ത് ചെയ്യാണ്, ഡിസ്പോസ് ചെയ്യാണ്. ഫുള്ളായിട്ട് പൂർണ്ണമായിട്ട് അത് ഡിസ്പോസ് ചെയ്തു എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. ഒരു 30% അതിന്റെ ഒറിജിനൽ വോളിയത്തിന്റെ 30% താഴെയാക്കി. എന്ത് ചെയ്തു? 30% താഴെയാക്കി. അത്രയും കത്തിച്ചു കളഞ്ഞേ. ഓക്കെ കേട്ടാ. അങ്ങനെ അത്രയും എന്ത് ചെയ്തു, അതിന്റെ അത്രയും താഴെയാക്കണം. ആ ഒരു പ്രോസസ്സാണ് ഇൻസിനറേഷൻ ടെക്നോളജി എന്ന് പറയുന്നത്. വലിയ ഇതാണെങ്കിൽ നമ്മള് എന്താ പറയാ, വലിയ മെഷീൻസ് കുറെ വേസ്റ്റ് ഒക്കെ ഉണ്ടെങ്കിൽ
ഈ പറയുന്ന ഇതേപോലത്തെ മെഷീൻസ് ഒക്കെ യൂസ് ചെയ്ത് ഇപ്പൊ കാണിച്ചിട്ടാ ഇങ്ങനത്തെ മെഷീൻസ് ഒക്കെ യൂസ് ചെയ്ത് അതെന്ത് ചെയ്തും കത്തിച്ച് കളയും. ഓക്കെ, ഇൻസിനറേഷന്റെ കാര്യം മനസ്സിലായല്ലോ. അടുത്തത് എന്താണ്? പ്രഷറൈസ്ഡ് കണ്ടെയ്നർ വേസ്റ്റ്. അത് ഏത് പോർഷനിലായിട്ട് വരുന്നതാ? പ്രഷറൈസ്ഡ് കണ്ടെയ്നർ. സുഹൈന, വേറെ ആർക്കെങ്കിലും പോർഷൻ കണ്ടോ? എനിക്ക് പെട്ടെന്ന് കണ്ടുപിടിക്കാനായിട്ട് പാടാണേ, അതുകൊണ്ടാ. ക്ലാസിഫിക്കേഷൻ. ഓക്കെ, അതർ ഹസാഡസ് വേസ്റ്റില് പ്രഷറൈസ്ഡ് കണ്ടെയ്നേഴ്സ് അല്ലെ. നമ്മള് പ്രഷറൈസ്ഡ് കണ്ടെയ്നേഴ്സ് എന്ന് പറയുന്നതില്ലേ, നമ്മൾ ചില ഐറ്റംസുകൾ, ചില കാര്യങ്ങൾ നമ്മൾ ഒത്തിരി പ്രഷറിൽ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്? പ്രഷറിൽ നമ്മൾ സൂക്ഷിക്കുന്നുണ്ട്. നമ്മൾ ഓക്സിജൻ സിലിണ്ടേഴ്സ് ഒക്കെ ഇല്ലേ, ഓക്സിജൻ സിലിണ്ടേഴ്സ് ഒത്തിരി പ്രഷറിൽ പ്രഷറൈസ്ഡ് ആയിട്ടുള്ള കണ്ടെയ്നേഴ്സിൽ എക്സാമ്പിൾ ആണ് ഓക്സിജൻ സിലിണ്ടേഴ്സ് ഒക്കെ. അപ്പൊ അതൊക്കെ അങ്ങനത്തെ കണ്ടെയ്നേഴ്സ് വഴി ഹസാഡസ് വേസ്റ്റില്, മനസ്സിലായി? അങ്ങനത്തെ കണ്ടെയ്നേഴ്സില് നമുക്ക് എന്ത് വരും? ചില സമയത്ത് ഈ കൊറോണ ഒക്കെ വന്ന സമയത്ത് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും, ഈ ബ്ലാക്ക് ഫയറസ് സ്പ്രെഡ് ചെയ്യുന്നു. അത് ഈ പ്രോപ്പർ ആയിട്ടല്ലാത്ത പ്രഷറൈസ്ഡ് കണ്ടെയ്നേഴ്സുകൾ യൂസ് ചെയ്യുന്നതുകൊണ്ട്, അല്ലെങ്കിൽ എന്താ പറയാ, മലിനമായിട്ടുള്ള പ്രഷറൈസ്ഡ് കണ്ടെയ്നേഴ്സ് യൂസ് ചെയ്തപ്പോഴാണ് എന്താ വന്നത്? ഈ ബ്ലാക്ക് ഫംഗസ് റിലേറ്റഡ് ആയിട്ടുള്ള അസുഖങ്ങൾ ലങ്സിനൊക്കെ ബാധിച്ചത്. അങ്ങനത്തെ കണ്ടെയ്നേഴ്സ് വഴിയും അസുഖം. അങ്ങനത്തെ കണ്ടെയ്നേഴ്സ് എന്താണ്? ഹസാഡസ് വേസ്റ്റിന്റെ എക്സാമ്പിൾ ആണ്. അല്ലെങ്കിൽ അത് യൂസ് ചെയ്ത് കഴിഞ്ഞിട്ടുള്ള കണ്ടെയ്നേഴ്സുകൾ ഉണ്ടാവില്ലേ, അതെട്ടാ. ചിലപ്പോൾ അതിന്റെ ഉള്ളിൽ കുറച്ച് കെമിക്കൽസ് ഒക്കെ ഉണ്ടാവാനുള്ള ചാൻസ് ഉണ്ട്. ഈ പ്രഷറൈസ്ഡ് ആയിട്ടുള്ള കണ്ടെയ്നേഴ്സിനുള്ളിൽ ബാക്കിയുള്ള കുറെ കെമിക്കൽസോ അങ്ങനെ ഉണ്ടാവും. അപ്പൊ അത് നമുക്കൊരു വേസ്റ്റ്, ഹസാഡസ് വേസ്റ്റ് ആണ്. അടുത്തത് എന്താണ്? ക്ലാസിഫിക്കേഷൻ ഹസാഡസ് വേസ്റ്റ്. സിമ്പിൾസ് സിമ്പിൾ അല്ലേ? നമുക്ക് ആകെ 4 സിമ്പിൾസേ പഠിക്കാനുള്ളൂ. ബയോ ഹസാഡസിന്റെ സിമ്പിൾ ആണ് നമ്മൾ ഈ കാണുന്ന ഈ എന്താ പറയുക, ഒരു സർക്കിളിന്റെ ഫുൾ ആയിട്ടല്ല, 3 സർക്കിൾ പോലെ വന്ന് നടുക്കൊരു ചെറിയ സർക്കിളും അതിന്റെ ബാക്കിൽ ഒരു റൗണ്ട് ഉള്ള സർക്കിളും വരുന്നത്. സൈറ്റോടോക്സിക് ആയിട്ടുള്ള കാര്യങ്ങൾക്ക്, സൈറ്റോടോക്സിക് എന്ന് പറഞ്ഞാൽ അറിയാലോ, നമ്മുടെ ചില മെഡിസിൻസിന്റെ അകത്ത് വരുന്ന ഒരു ടൈപ്പ് ഓഫ് ഡ്രഗ്സ് ആണ് അത്, സൈറ്റോടോക്സിക് ഡ്രഗ്സ് എന്നൊക്കെ പറയും. അപ്പൊ അങ്ങനത്തെ പ്രശ്നങ്ങളുള്ളത്, കൂടുതലായിട്ട് അങ്ങനത്തെ മെഡിസിൻസ് ഒക്കെ യൂസ് ചെയ്യുന്ന ഏരിയയിലാണ് സൈറ്റോടോക്സിക് എന്ന് പറഞ്ഞിട്ട് ഇങ്ങനൊരു സിമ്പിൾ അവർ പ്രസന്റ് ചെയ്യാറ്. ഇനി ഇൻഫെക്ഷൻ വേസ്റ്റ് ആണെങ്കിൽ വാണിങ്ങും അതേപോലെ തന്നെ ഈ ഒരു സിമ്പിളും കൂടി ഉണ്ടാവും. പിന്നെ കീമോതെറാപ്പി ഒക്കെ ചെയ്യുന്ന ഏരിയയിൽ സി എഴുതിയിട്ട് നമ്മുടെ ബയോഹസാഡസിന്റെ ഒരു സിമ്പിളും കൂടി കൊടുക്കാറുണ്ട്. അപ്പൊ അതാണ് സിമ്പിൾസിൽ വരുന്നത്. സ്ലഡ്ജ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇല്ല, ചെളി എന്നുള്ള അർത്ഥമാണ് വരുന്നത് കേട്ടോ. ഇപ്പൊ ഇത്രയുമാണ് നമ്മൾ എടുത്ത ചാപ്റ്റർ. ഇനി എല്ലാവർക്കും ബാക്കിയൊക്കെ ക്ലിയർ ആണോ? പോർഷൻ ബാക്കിയുള്ളവർക്കൊക്കെ നമ്മളിനി അടുത്തൊരു ചാപ്റ്ററിലേക്ക് കടക്കാണ്. ചാപ്റ്ററിന്റെ പേര് ഡയറ്ററി സർവീസ് ആണ്. ഇന്നിപ്പോ ഭൂരിഭാഗം ഹോസ്പിറ്റല് നമ്മള് ഡയറ്ററി സർവീസ് എവിടെയെങ്കിലും പഠിച്ചിട്ടുണ്ടോ? ഓർത്ത് നിൽക്ക്, ഡയറ്ററി സർവീസ് എവിടെയെങ്കിലും പഠിച്ചിട്ടുണ്ടോ? ഞാൻ നിങ്ങളെ എവിടെയെങ്കിലും പഠിപ്പിച്ചിട്ടുണ്ടോ? എവിടെയെങ്കിലും? ഏത് ചാപ്റ്ററിലാണ്? ഡിപ്പാർട്ട്മെന്റ് ഓഫ് ഹോസ്പിറ്റൽസില് സപ്പോർട്ടീവ് ഡിപ്പാർട്ട്മെന്റ് ആണ് ഏത്? ഡയറ്ററി.
ഡയറ്ററി എന്ന് പറയുന്നത് ഒരു സപ്പോർട്ടിംഗ് ഡിപ്പാർട്ട്മെന്റ്, നമ്മുടെ ഹോസ്പിറ്റൽസിന് സപ്പോർട്ട് ചെയ്യേണ്ട ഒരു ഡിപ്പാർട്ട്മെന്റ് ആയിട്ടാണ് ഏത് പ്രവർത്തിക്കുന്നത്, ഡയറ്ററി സർവീസ് അല്ലെങ്കിൽ ഡയറ്ററി ഡിപ്പാർട്ട്മെന്റ് എന്നൊക്കെ പറയും. ഡയറ്ററി ഡിപ്പാർട്ട്മെന്റ് പ്രവർത്തിക്കുന്നത്. ഈ ഡയറ്ററി സർവീസ് ഇന്ന് വളരെ ഇമ്പോർട്ടന്റ് ആണ്. കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഹോസ്പിറ്റൽസിൽ ഇൻ പേഷ്യന്റ് ആവട്ടെ ഔട്ട് പേഷ്യന്റ് ആവട്ടെ, എന്നുവെച്ചാൽ ഹോസ്പിറ്റലിൽ സ്റ്റേ ചെയ്യുന്ന പേഷ്യൻസിനെ ആണല്ലോ ഇൻ പേഷ്യന്റ് ട്രീറ്റ്മെന്റിന് വേണ്ടി ട്രീറ്റ്മെന്റ് ഭാഗമായിട്ട് സ്റ്റേ ചെയ്യുന്ന പേഷ്യൻസിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ഇൻ പേഷ്യൻസ് എന്ന് പറയുന്നത്. അതേപോലെ ട്രീറ്റ്മെന്റിന് വേണ്ടി മാത്രം വരുന്ന പേഷ്യൻസ് ഉണ്ടാവും, കൗൺസിലിംഗ് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾക്ക് വേണ്ടി മാത്രം വരുന്ന പേഷ്യൻസിനെയാണ് ഔട്ട് പേഷ്യന്റ് എന്ന് പറയുന്നത്. അപ്പൊ ഇവിടെ നമ്മൾ ഇൻ പേഷ്യൻസിനും ഔട്ട് പേഷ്യൻസിനും എന്ത് കൊടുക്കുന്നുണ്ട്, ട്രീറ്റ്മെന്റ് കൊടുക്കുന്നുണ്ട്. ഡയറ്ററി സർവീസുകൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഔട്ട് പേഷ്യന്റ് ആണെങ്കിൽ കൗൺസിലിംഗ് റിലേറ്റഡ് കാര്യങ്ങൾ, അതേപോലെ അവർ എന്തൊക്കെ ഫുഡ് കഴിക്കണം, ഈ അസുഖമായിരിക്കുന്ന സമയത്ത് എന്തൊക്കെ ഫുഡ് കഴിക്കണം എന്നുള്ള കൗൺസിലിംഗ് ഒക്കെയാണ് നമ്മൾ സാധാരണ ഔട്ട് പേഷ്യൻസിന് കൊടുക്കണമെങ്കിൽ. ഇൻ പേഷ്യന്റ് കാര്യം വരുമ്പോ ഇൻ പേഷ്യന്റ് എന്ത് ഫുഡ് കഴിക്കണം, അത് എന്തോരം ക്വാണ്ടിറ്റി കഴിക്കണം, ഒരുപാട് അതിൽ കൂടുതലായിട്ട് ഒരുപാട് കാര്യങ്ങൾ എവിടെ വരുന്നുണ്ട്, ഇൻ പേഷ്യന്റ് കാര്യത്തിൽ ഡയറ്ററിയിൽ റിലേറ്റഡ് ആയിട്ട് വരുന്നുണ്ട്. അപ്പോൾ ഡയറ്ററി ഡിപ്പാർട്ട്മെന്റ് ഇൻചാർജിനെ ഡയറ്റീഷ്യൻ എന്നാ പറയുന്നത്. ഡയറ്റീഷ്യൻ കേട്ടോ, ഡയറ്റീഷ്യൻ. അപ്പൊ ഡയറ്റീഷ്യൻ എന്താ ചെയ്യണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അദ്ദേഹം റെക്കമെൻഡ് ചെയ്യും ഇന്ന ഫുഡുകളാണ് ഇന്ന പേഷ്യൻസ് കഴിക്കേണ്ടത്, ഇന്ന ബേസിലുള്ള ഫുഡുകൾ കഴിക്കണം, ഇന്ന ഫുഡുകളൊക്കെ ഒഴിവാക്കണം. അപ്പോ ഞാനെന്റെ ഒരു എക്സാമ്പിൾ പറയാണ്. ഞാൻ ഫസ്റ്റ് പ്രഗ്നന്റ് ആയിരുന്ന സമയത്ത് എനിക്ക് ഷുഗർ ഉണ്ടായിരുന്നു, ഡയബറ്റിക് വന്നു. അപ്പൊ പ്രഗ്നൻസിയിൽ വരുന്ന ഒരു അസുഖമായിട്ട് ഡയബറ്റിക് ആണ്, പ്രഗ്നൻസിയിൽ മാത്രം ഉണ്ടായിരുന്ന ഷുഗർ ആണ്. അപ്പൊ ആ സമയത്ത് എനിക്ക് എന്തൊക്കെ കഴിക്കണം എനിക്കൊരു അറിവില്ല. കാരണം ഞാൻ കേട്ടിട്ടില്ല ഷുഗർ, ഇത്രയും ചെറിയ പ്രായത്തിൽ ഷുഗർ എന്ന് ഞാൻ കേട്ടില്ല. അന്ന് പിന്നെ കൊറോണയുടെ ഒക്കെ സമയമാണ്, കൊറോണയൊക്കെ വന്ന സമയമാണ്. അപ്പം വല്ലപ്പോഴും കറക്റ്റ് നമ്മള് അപ്പോയിന്റ്മെന്റ് ഒക്കെ എടുത്തിട്ടാണ് ആരെ കാണുന്നത്, ഡോക്ടറിനെയൊക്കെ കാണുന്നത്. ആ ഒരു ടൈമാണ് കേട്ടോ. അപ്പൊ ഞാൻ ഗൈനക്കോളജിസ്റ്റിനെ കണ്ടു. ഗൈനക്കോളജിസ്റ്റ് എല്ലാം ഷുഗർ ആണ്, അപ്പൊ മോള് ഡയറ്റ് എടുക്കുകയാണെങ്കിൽ നല്ലതായിരിക്കും, അല്ലെങ്കിൽ മോള് ഇൻസുലിൻ എടുക്കേണ്ട വരും എന്ന് പറഞ്ഞു, അല്ലെങ്കിൽ മെഡിസിൻസ് എടുക്കേണ്ട വരും എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു ഞാൻ ഈ മെഡിസിൻസിനോട് വലിയ താല്പര്യം, ഞാൻ ഡയറ്റ് എടുത്തോളാം. അപ്പൊ മോനെ ഡയറ്റിനെ കുറിച്ച് കാര്യങ്ങൾ അറിയുമെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു എനിക്ക് അറിഞ്ഞുകൂടാ, ഞാൻ നോക്കട്ടെ എന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ കുറച്ച് പ്രോപ്പർ ആയിട്ടൊക്കെ ഡയറ്റ് എടുത്തു. ഡയറ്റ് എടുത്തിട്ട് എന്ത് ചെയ്തെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഡയറ്റ് ഒക്കെ കറക്റ്റ് ആയിട്ട് ഫോളോ ചെയ്യുന്ന രീതിയിൽ എടുത്തിട്ട് ഞാൻ എന്ത് ചെയ്തു, ഡോക്ടറെ കാണാൻ വേണ്ടി ചെന്നു. അപ്പോഴും ഷുഗറിന്റെ ഡയബറ്റിന്റെ ലെവല് അല്ലെങ്കിൽ ഫാസ്റ്റിങ്ങും PBBS-ഉം അങ്ങനെ രണ്ട് കാര്യങ്ങളാണ് നോക്കണത്. ഫാസ്റ്റിംഗ് അങ്ങനെ അതില് ഫാസ്റ്റിംഗ് കുഴപ്പമില്ല, അത് കഴിഞ്ഞിട്ടുള്ള ഷുഗർ വന്നപ്പം ഷുഗറിന്റെ ലെവല് കൂടുതലാണ്. എന്നോട് ചോദിച്ചു ഭക്ഷണം എന്താ കഴിച്ചേമോ എന്ന് ചോദിച്ചപ്പോ ഞാൻ പറഞ്ഞു ഞാൻ കഴിച്ചത് കപ്പയാണ് മിസ്സേന്ന് പറഞ്ഞു. അന്ന് കപ്പ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ, കിഴങ്ങാണ്. അപ്പൊ ചിലയിടത്ത് മരച്ചീനി കപ്പ എന്നൊക്കെ പറയും, അതാ കഴിച്ചെന്ന് പറഞ്ഞു. അപ്പൊ മോനെ അങ്ങനത്തെ ഭക്ഷണങ്ങൾ കഴിക്കാൻ പാടില്ലെന്ന് മോനെ അറിഞ്ഞുകൂടായിരുന്നോ? ഞാൻ പറഞ്ഞു അറിഞ്ഞുകൂടായിരുന്നു എന്ന് പറഞ്ഞു. അപ്പൊ മോനെ കാര്യം ചെയ്ത് ഞാൻ ഡയറ്റീഷ്യനെ കൺസൾട്ട് ചെയ്യാനായിട്ട് എഴുതുന്നുണ്ട്, മോൻ എന്തായാലും ഡയറ്റീഷ്യനെ കണ്ടിട്ട് വേണം ഇന്ന് പോകാന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ പറഞ്ഞു ഓക്കെ. ഡയറ്റീഷ്യന്റെ ഓഫീസിൽ ചെന്നു. അപ്പൊ അത്യാവശ്യം നല്ല കമ്പനി ആയിട്ടുള്ള ഒരാളായിരുന്നു, സ്ത്രീയാണ്. അവര് നല്ല രീതിയിൽ നമുക്ക് കാര്യങ്ങൾ വ്യക്തമായി പറഞ്ഞു തന്നു. ഏത് സമയത്ത് ഫുഡ് കഴിക്കണം, രാവിലെ എപ്പോ ഫുഡ് കഴിക്കണം, ഏറ്റവും മോർണിംഗ് കഴിക്കുന്നതാണ് ഏറ്റവും നല്ലത്. അതേപോലെ തന്നെ ഉച്ചയ്ക്ക് എന്ത് ഫുഡ് കഴിക്കണം, ഏറ്റവും മെയിനായിട്ട് പറഞ്ഞത് ചോറാഹാരങ്ങൾ ഒഴിവാക്കണം. ഞാൻ ഈ മധുരം കഴിക്കാത്ത സമയത്തും ഈ ഞാൻ ഫോളോ ചെയ്തെന്ന് പറഞ്ഞില്ലേ, ആ സമയത്തൊക്കെ ഞാൻ ചോറ് കഴിക്കുമായിരുന്നു. അവരെന്നോട് പറഞ്ഞു മോനെ ചോറ് കഴിക്കരുത്, ഉച്ചയ്ക്ക് വേണമെങ്കിൽ കുറച്ച് കഴിച്ചു, അല്ലാത്ത സമയത്തൊക്കെ മോൻ അരി ആഹാരം ഒഴിവാക്കിയിട്ട് ബാക്കി എന്ത് ഫുഡ് കഴിച്ചാലും കുഴപ്പമില്ല എന്ന് പറഞ്ഞു. അടുത്ത സിറ്റിംഗ് വന്നപ്പോഴേക്കും എനിക്ക് ഷുഗർ നോർമലായി. ഈ ഡയറ്റീഷ്യൻ എന്റെ ലൈഫിൽ അത്രയും ഇമ്പോർട്ടന്റ് ആയിട്ട്, കാരണം അല്ലെങ്കിൽ എന്തെടുക്കേണ്ട വന്നാലും ഇൻസുലിൻ ഒക്കെ എടുക്കേണ്ട വന്നാല് ഷുഗർ ഒക്കെ നോർമൽ ആയില്ലെങ്കിൽ കുറെ കോംപ്ലിക്കേഷൻസ് ആ ടൈമിൽ വരും. അപ്പൊ ആ ഒരു ഹെൽപ്പ്, അങ്ങനെ ഒരു സഹായം എനിക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു. അതേപോലെ പല പല അസുഖങ്ങളുള്ള പേഷ്യൻസ് എന്തെല്ലാം ഫുഡുകളാണ് കഴിക്കേണ്ടത്, അവരെന്തൊക്കെ ഫുഡ് കഴിക്കാൻ പാടില്ല എന്നതിനെ കുറിച്ചൊക്കെ വ്യക്തമായിട്ട് ആര് നമുക്ക് കൗൺസിലിംഗ് തരുന്നുണ്ട്, ഡയറ്റീഷ്യൻസ് കൗൺസിലിംഗ് തരുന്നുണ്ട്. നമ്മൾ ഇന്ന് എടുക്കാൻ പോകുന്ന ചാപ്റ്ററിന്റെ പേര് ചാപ്റ്റർ 7 ഡയറ്ററി സർവീസ് ആണ്. നോക്കാം, ഇൻട്രൊഡക്ഷനിലേക്ക് വരാം. ഹോസ്പിറ്റൽ ഡയറ്ററി സർവീസ് is a service that meets the needs of the patient coming from outside regarding diet recommendation,
and food counseling based on their needs by taking their kind and the nature of the disease consideration. Dietary hospital dietary service എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു സർവീസ് ആണ്, ഒരു സപ്പോർട്ടീവ് സർവീസ് ആണ്. പേഷ്യൻസിന് പുറത്തുനിന്ന് വരുന്ന പേഷ്യൻസ് ആവട്ടെ, അതേപോലെ തന്നെ നമ്മുടെ ഇൻസൈഡ് ആയിട്ടുള്ള പേഷ്യൻസ് ആയിട്ട് അവർക്ക് ഡയറ്റ് റെക്കമെൻഡ് ചെയ്യും. ഇന്ന പോലെയാണ് ഫുഡ് കഴിക്കേണ്ടത്, ഇന്ന ഫുഡുകളാണ് നമ്മൾ ഫോളോ ചെയ്യേണ്ടത് എന്നുള്ള രീതിയിൽ റെക്കമെൻഡ് ചെയ്യും. അതേപോലെ ഫുഡ് കൗൺസിലിംഗ് ചെയ്യും. എന്ന് വെച്ചാൽ ഇന്ന ഫുഡുകളൊക്കെ നമ്മുടെ ലൈഫിൽ നിന്ന് ഒഴിവാക്കണം, എന്നാൽ മാത്രമേ നമുക്ക് ഈ പറഞ്ഞ പോലെ അസുഖത്തിന് രക്ഷപ്പെടാൻ പറ്റുള്ളൂ, അല്ലെങ്കിൽ അസുഖം കുറയുള്ളൂ എന്നുള്ള കാര്യങ്ങളൊക്കെ നമ്മളോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യും. നമ്മുടെ അസുഖത്തെയും നമ്മുടെ ഹെൽത്ത് കണ്ടീഷനും നമ്മുടെ വെയിറ്റും അതേപോലെ തന്നെ ഒരുപാട് കാര്യങ്ങൾ കൺസിഡർ ചെയ്തിട്ടാണ് നമ്മൾക്ക് ഈ ഡയറ്റീഷ്യൻ ഫിക്സ് ചെയ്യുന്നത്, ഡയറ്റ് ഫിക്സ് ചെയ്യുന്നത്. അതേപോലെ നമ്മുടെ ഫിനാൻഷ്യൽ ബാക്ക്ഗ്രൗണ്ട് വരെയും അവർ എന്ത് ചെയ്യും, ചെക്ക് ചെയ്യും. നമ്മളെ കൊണ്ട് താങ്ങോ ഈ ഡയറ്റ് നമ്മൾ കൊടുത്തു കഴിഞ്ഞാല് ഈ പേഷ്യന്റിന് ഈ ഡയറ്റ് ഫോളോ ചെയ്യാൻ പറ്റുമോ എന്നൊക്കെ നോക്കിയിട്ട് ആണ് അവരെന്ത് ചെയ്യുന്നത്, ഇതേപോലത്തെ ഡയറ്റിൽ ഐറ്റംസ് ഒക്കെ വാങ്ങിക്കാനായിട്ട് ഇവരുടെ കയ്യിൽ ഫിനാൻഷ്യൽ ആയിട്ടുള്ള സ്റ്റെബിലിറ്റി ഉണ്ടോ എന്നൊക്കെ നോക്കിയിട്ടാണ് അവർ എന്ത് ചെയ്യുന്നത്, ഡയറ്റ് ഫിക്സ് ചെയ്യുന്നത്. നമുക്ക് ഡയറ്റ് കൗൺസിലിംഗ് ചെയ്യേണ്ടത്. It is the most significant hospital supportive service assisting the okay, no, got it is the most significant hospital supportive service assisting in restoration of the health through diet. അപ്പൊ ഇതൊരു സപ്പോർട്ടീവ് സർവീസ് ആണ്. ഇവിടെ വരുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഹോസ്പിറ്റലിനെ സംബന്ധിച്ചൊരു സപ്പോർട്ടീവ് ഡിപ്പാർട്ട്മെന്റ് തന്നെയാണ് ഡയറ്ററി ഡിപ്പാർട്ട്മെന്റ് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ഡയറ്ററി സർവീസ് എന്ന് പറയുന്നത്. ഇവിടെ എന്താ ചെയ്യേണ്ടതെന്ന് പറഞ്ഞിട്ട് നമ്മുടെ ആരോഗ്യം വീണ്ടെടുക്കാൻ വേണ്ടിയിട്ട് സഹായിക്കുന്ന ഡയറ്റ് നമ്മൾ ഫോളോ ചെയ്യിപ്പിക്കും. നമ്മളെ കൊണ്ട് നമ്മുടെ റീസ്റ്റോറേഷൻ എന്തെടുക്കുക, വീണ്ടെടുക്കുക എന്നുള്ള അർത്ഥമാണ് വരുന്നത്. റീസ്റ്റോർ ചെയ്യുക, നമ്മൾ എങ്ങനെയായിരുന്നോ ഈ അസുഖം വരുന്നതിന് മുമ്പ്, അപ്പൊ അതേപോലെ നമ്മുടെ ആരോഗ്യം എന്തെടുക്കാണ്, വീണ്ടെടുക്കാൻ വേണ്ടിയിട്ടാണ് ഏത് ഡയറ്റ് ഫോളോ ചെയ്യുന്നത്. ത്രൂ ഡയറ്റ് ക്രിയേറ്റ് യൂസിങ് സയൻസ് ഒക്കെ യൂസ് ചെയ്ത് കുറെ കാര്യങ്ങളൊക്കെ കൺസിഡർ ചെയ്തിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഡയറ്റ് ഫിക്സ് ചെയ്യുന്നത്. എഡ്യൂക്കേറ്റിംഗ് ദ പേഷ്യന്റ് ഹു ആർ റിസീവിംഗ് ദ ട്രീറ്റ്മെന്റ് അറ്റ് ഹോസ്പിറ്റൽ റിഗാർഡിംഗ് യൂസ് ആൻഡ് ബെനിഫിറ്റ്സ് ഓഫ് വേരിയസ് ഫുഡ്സ് ആൻഡ് ഹെൽത്തി ഡയറ്റ്. നമ്മൾ ഈ പേഷ്യൻസിനെ എഡ്യൂക്കേറ്റ് ചെയ്യും. അവർക്ക് എന്തില്ലെന്ന് അറിവുണ്ടാവണമെന്നില്ല, ഏതൊക്കെ ഫുഡ് കഴിക്കണം എന്നുള്ള അറിവ് ആർക്ക് പേഷ്യൻസിന് ഉണ്ടാവണമെന്നില്ല. അവരെ എഡ്യൂക്കേറ്റ് ചെയ്യാം, അവർക്ക് കാര്യങ്ങളെല്ലാം പറഞ്ഞു കൊടുക്കാം. ഇന്ന രീതിയിൽ വേണം നമ്മൾ ഡയറ്റ് ഫോളോ ചെയ്യാൻ, ഇന്ന ഈ ട്രീറ്റ്മെന്റിൽ ഇരിക്കുമ്പോ ഈ ഫുഡ് കഴിക്കാനായിട്ട് പാടില്ല, അത് നമ്മൾ പൂർണ്ണമായിട്ടും ഒഴിവാക്കണം, ആൽക്കഹോൾ യൂസ് ചെയ്യരുത് എന്നൊക്കെ പറയാറില്ല. അതൊക്കെ എന്താണ്, ഡയറ്റീഷ്യന്റെ ഡ്യൂട്ടീസ് ആണ്. Contain adequate amount of all necessary nutrients required for healthy growth and activity. അതേപോലെ തന്നെ നമ്മൾ ഈ ഡയറ്റ് ഫിക്സ് ചെയ്യുമ്പോൾ നമുക്ക് ആഡ്വക്കേറ്റ് ആയിട്ട് ന്യൂട്രീഷൻസും അതേപോലെ തന്നെ നമുക്ക് കറക്റ്റ് ആയിട്ടുള്ള ലെവൽ ഗ്രോത്തിന് ആവശ്യമുള്ള കാര്യങ്ങളൊക്കെ കിട്ടുന്നുണ്ടോ എന്നും കൂടി ഉറപ്പുവരുത്തണം. A nutritious diet is one that promote or maintain good health. ഒരു ന്യൂട്രീഷ്യസ് ആയിട്ടുള്ള ഡയറ്റ് ഒരാളെ നല്ല രീതിയിൽ നല്ല ഹെൽത്തി ആയിട്ടുള്ള പേഴ്സൺ ആയിട്ട് എന്ത് ചെയ്യുന്നുണ്ട്, പ്രൊമോട്ട് ചെയ്യുന്നുണ്ട്. അപ്പൊ ഡയറ്ററി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് എന്താ പറയാ, ഇൻപേഷ്യൻസിനാവട്ടെ ഔട്ട് പേഷ്യൻസിനാവട്ടെ ഹോസ്പിറ്റലിൽ നിന്ന് കിട്ടുന്ന ഒരു സപ്പോർട്ടീവ് സർവീസ് ആണ് എന്ത്, ഡയറ്ററി സർവീസ് എന്ന് പറയുന്നത്. നമ്മൾ എന്ത് ഫുഡ് കഴിക്കണം, അത് എന്തോരം ക്വാണ്ടിറ്റി കഴിക്കണം, എന്തെല്ലാം ഫുഡ് നമ്മുടെ ഡയറ്റിൽ ഇൻക്ലൂഡ് ചെയ്യണം, നമ്മൾ എന്തൊക്കെ കാര്യങ്ങൾ റെക്കമെൻഡ് ചെയ്യും, ഇതൊക്കെ എവിടെയാണ്, ഡയറ്ററി ഡിപ്പാർട്ട്മെന്റിലാണ്. ഇനി ഡയറ്ററി സർവീസിന്റെ ഒബ്ജക്റ്റീവ്സ് നമുക്ക് നോക്കാം. എന്തെല്ലാമാണ് ഡയറ്ററി സർവീസിന്റെ ഒബ്ജക്റ്റീവ്സ്? ടു പ്രൊവൈഡ് ന്യൂട്രീഷ്യസ് ആൻഡ് ഡെലീഷ്യസ് ഹെൽത്തി മീൽസ് വൈൽ റിട്ടൈനിങ് ഹൈ സ്റ്റാൻഡേർഡ് ഓഫ് ഹൈജീൻ. നമ്മള് എന്താ പറയാ, ന്യൂട്രീഷ്യസ് ആയിട്ടുള്ള ഫുഡുകൾ, മീൽസുകൾ കഴിക്കാനായിട്ട് ശ്രദ്ധിക്കുക. അതേപോലെ നമ്മൾ ഈ ഫുഡുകൾ പ്രിപ്പയർ ചെയ്യുമ്പോഴൊക്കെ ഹൈ സ്റ്റാൻഡേർഡ് ഓഫ് ഹൈജീനിക് മെയിൻറ്റെയിൻ ചെയ്യാം. ഹൈജീനിക് ആയിട്ട് തന്നെ നമ്മൾ എന്ത് ചെയ്യാം, ഫുഡ് പ്രിപ്പയർ ചെയ്യാം. പ്രൊഡക്ഷൻ, ഡെലിവറി, സാനിറ്റേഷൻ ഇസ് ടു ഓൾ ദ പേഷ്യൻസ്. അതേപോലെ തന്നെ നമ്മളിത് പ്രൊഡ്യൂസ് ചെയ്യുക, കറക്റ്റ് ആയിട്ടുള്ള രീതിയിൽ പേഷ്യൻസിന്റെ കയ്യിലേക്ക് എത്തിക്കുക. നമ്മൾ ഇൻപേഷ്യൻസ് ആയിട്ടുള്ള പേഷ്യൻസിന് എന്ത് ഫുഡ് കഴിക്കണം, ചില പേഷ്യൻസ് ഐസിയിലൊക്കെ ആയിരിക്കും, അപ്പൊ അവർക്ക് ചിലപ്പോൾ ലിക്വിഡ് ആയിട്ടുള്ള ഫുഡുകൾ മാത്രം കുഴലിലൂടെ ആയിരിക്കും ഫുഡ് കൊടുക്കുന്നത്. അതെന്ത് ഫുഡ് കൊടുക്കണം, അതെന്തോരം ക്വാണ്ടിറ്റി കൊടുക്കണം എന്നൊക്കെ അറിയുന്നതും ആ ഫുഡ് കൊടുക്കാനായിട്ട്
നേഴ്സിനെ ചുമതലപ്പെടുത്തുന്നതും ആരായിരിക്കും? ഈ പറഞ്ഞിട്ടുള്ള ഡയറ്റീഷ്യൻസ് ആയിരിക്കും. ഇവാലുവേഷൻ ആൻഡ് ഡയറ്റ് പ്ലാനിങ്, നമ്മളുടെ പേഷ്യന്റിന്റെ കണ്ടീഷൻ എന്താണെന്ന് ഇവാലുവേറ്റ് ചെയ്യും. അതായത് എങ്ങനെയാണ് ആ പേഷ്യന്റിന്റെ കണ്ടീഷൻ ഇവാലുവേറ്റ് ചെയ്തിട്ട് അവർക്ക് ആവശ്യമുള്ള കറക്റ്റ് ആയിട്ടുള്ള ഡയറ്റ് പ്ലാൻസ് എന്ത് ചെയ്ത് കൊടുക്കും, അസസ് ചെയ്ത് കൊടുക്കും. കാൽക്കുലേറ്റിംഗ് കലോറി നീഡ്സ്, ന്യൂട്രീഷണൽ കെയർ പ്ലാനിങ്. ഇപ്പൊ കലോറി എന്തോരം വേണം, പിന്നെ പേഷ്യന്റ് ഇത്ര കലോറി എന്ന് പറയുന്നത് നമ്മുടെ ന്യൂട്രീഷന് മെഷർ ചെയ്യുന്ന ആ ഒരു അളവിനെയാണ് കലോറീസ് എന്ന് പറയുന്നത്. അപ്പൊ എത്ര കലോറീസ് ഫുഡ്, എത്ര കലോറി പ്രോട്ടീൻ വേണം, എത്ര കലോറി കാർബോഹൈഡ്രേറ്റ് വേണം എന്നുള്ള കാര്യങ്ങളൊക്കെ കാൽക്കുലേറ്റ് ചെയ്യുന്നതും അത് ന്യൂട്രീഷൻ കെയർ കൊടുക്കുന്നതും ആരാണ്? ഡയറ്റീഷ്യനാണ്. പേഴ്സണലൈസ്ഡ് ന്യൂട്രീഷണൽ അസിസ്റ്റൻസ് ഫോർ പേഷ്യൻസ്, ഓരോ ഇൻഡിവിജ്വൽസിനും പേഴ്സണലൈസ്ഡ് ആയിട്ടുള്ള ന്യൂട്രീഷണൽ അസിസ്റ്റൻസ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. OP ആൻഡ് IP, what is the full form of OP? ഫുൾ ഫോം OPയുടെ ഫുൾ ഫോം എന്താ? ഔട്ട് പേഷ്യന്റ്. IP ഓക്കെ, ഇൻപേഷ്യന്റ്. കറക്റ്റ്. അപ്പോ നമ്മൾ ഔട്ട് പേഷ്യൻസിനും ഇൻ പേഷ്യൻസിനും ആവശ്യമായിട്ടുള്ള ഡയറ്റ് കൗൺസിലിംഗ്സ് ഒക്കെ കൊടുക്കും. ട്രെയിനിങ് ഫോർ ദ ഐറ്റംസ് ഇൻ ഡയറ്ററി, എന്നുവെച്ചാൽ ട്രെയിനിങ് കൊടുക്കും. ഡയറ്ററി ഐറ്റംസ് ഒക്കെ കഴിക്കാനും അതിന് ഓക്കെ ട്രെയിനിങ്സ് കൊടുക്കും. ഈ ഡയറ്റീഷ്യൻ ആരാണ്? ആർ ദ ഹെൽത്ത് പ്രൊഫഷണൽസ് ആണ്. ഡയറ്റീഷ്യൻ എന്ന് പറയുന്നത് ഹെൽത്ത് പ്രൊഫഷണൽ തന്നെയാണ്. Ideally skilled in implementing and altering good routine of an individual or population. നമ്മളുടെ ഓരോ വ്യക്തിയുടെ ആരോഗ്യത്തിനും അല്ലെങ്കിൽ ഓരോ ജനതയുടെ ആരോഗ്യത്തിനും വേണ്ടിയിട്ട് ഗുഡ് റുട്ടീൻസ്, ദിനചര്യകള്, അതേപോലെ തന്നെ കാര്യങ്ങളൊക്കെ ഇംപ്ലിമെന്റ് ചെയ്യാനും കാര്യങ്ങളിൽ എന്തെങ്കിലും മാറ്റം വരുത്തേണ്ട ഉത്തരവാദിത്വം ആർക്കാണ്? ഡയറ്റീഷ്യനാണ്. A dietitian is the one who manages the preparation of therapeutic or other diet for an individual or group in hospital, institution, other establishments. നമ്മുടെ ഹോസ്പിറ്റൽസിലുള്ള ഇൻഡിവിജ്വൽസ് ആവട്ടെ, ഇൻപേഷ്യന്റ് ആവട്ടെ, ഔട്ട് പേഷ്യന്റ് ആവട്ടെ, അവർക്ക് ട്രീറ്റ്മെന്റിന്റെ ഒപ്പം തന്നെ ഡയറ്റും കൂടി ഫോളോ ചെയ്യിപ്പിക്കും. കാരണം മെഡിസിൻസ് കഴിക്കുക എന്നുള്ളത് കൂടുതൽ ഒരു ഭാഗം തന്നെയാണ് എന്ത് നമ്മൾ ഈ പറയുന്ന ഡയറ്റ് ഫോളോ ചെയ്യാന്നുള്ളത്. അതേപോലെ ഇൻഡിവിജ്വൽസിന്, ഗ്രൂപ്പുകൾക്ക്, മറ്റ് ഇൻസ്റ്റിറ്റ്യൂഷൻസിന്, മറ്റ് എസ്റ്റാബ്ലിഷ്മെന്റ്സിനൊക്കെ ആവശ്യത്തിനുള്ള കൗൺസിലിംഗ് കൊടുക്കും. ആൻഡ് ഫോർ ദ വർക്കേഴ്സ് ഇൻ എ പർട്ടിക്കുലർ സെക്ടേഴ്സ്, instruct in selection and proper preparation of the food as per dietetic principles. അതേപോലെ തന്നെ നമ്മുടെ ഡയറ്ററി ഡിപ്പാർട്ട്മെന്റ് കീഴിൽ വർക്ക് ചെയ്യുന്ന എംപ്ലോയീസ് ഉണ്ട്. അവർക്ക് കറക്റ്റ് ആയിട്ട് കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കും. എന്തെല്ലാം ഫുഡ് വേണം സെലക്ട് ചെയ്യാൻ, ഇന്ന പേഷ്യൻസിന് ഇന്ന ഫുഡുകൾ ഡയറ്റിൽ എന്ത് ചെയ്യണം, ഇൻക്ലൂഡ് ചെയ്യണം. കറക്റ്റ് ആയിട്ട് സെലക്ട് ചെയ്ത് പ്രോപ്പർ ആയിട്ട് ഫുഡ് പ്രിപ്പയർ ചെയ്യുന്നുണ്ട്. ഡയറ്ററിക് പ്രിൻസിപ്പിൾസ് ഫോളോ ചെയ്താണ് അവർ പ്രിപ്പയർ ചെയ്യേണ്ടതെന്ന് ഉറപ്പുവരുത്തും. ഡിസ്ചാർജ് ഡ്യൂട്ടി കണക്റ്റഡ് വിത്ത് ന്യൂട്രീഷൻ പ്രോഗ്രാംസ് ആൻഡ് മേ ലയബിൾ ഫോർ ഫുഡ് പർച്ചേസിംഗ് ഓൺ ബിഹാഫ് ഓഫ് ദ ഓർഗനൈസർ ഓർ എസ്റ്റാബ്ലിഷ്മെന്റ്. നമ്മുടെ എസ്റ്റാബ്ലിഷ്മെന്റ് ഉണ്ടാവും, നമ്മുടെ ഹോസ്പിറ്റൽ ഓർഗനൈസേഷന്റെ ബിഹാഫില് നമ്മള് ഫുഡ് കറക്റ്റ് ആയിട്ടുള്ള നല്ല ഫുഡ് നോക്കി പർച്ചേസ് ചെയ്യാന്നുള്ള ഡ്യൂട്ടിയും തുടങ്ങി അത് കറക്റ്റ് ആയിട്ട് പേഷ്യൻസിന്റെ കയ്യിലേക്ക് എത്തുന്നുണ്ട്, പേഷ്യൻസ് അത് കൺസ്യൂം ചെയ്യുന്നുണ്ട് എന്നുള്ള ഉറപ്പ് വരുത്തേണ്ട വരെയും ഉത്തരവാദിത്തം ആർക്കാണ്? ഡയറ്റീഷ്യന്മാർക്കാണ്. ഓക്കെ, ഡയറ്റീഷ്യൻ എന്ന് പറയുന്നതും ഹെൽത്ത് പ്രൊഫഷണൽ ആണ്. അവർക്ക് ഈ പറഞ്ഞ ഡയറ്റിനെ കുറിച്ചിട്ടും അസുഖങ്ങളെ കുറിച്ചിട്ടും, എന്തെല്ലാം അസുഖങ്ങൾ വരുമ്പോൾ എന്തെല്ലാം ഫുഡുകൾ മാത്രം കൺസ്യൂം ചെയ്യാൻ പാടുള്ളൂ എന്നതിനെ കുറിച്ചിട്ടും നല്ല ധാരണ ഉണ്ടായിരിക്കണം. അതേപോലെ തന്നെ ഡയറ്റീഷ്യൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പേഷ്യൻസിനോടും അതേപോലെ എന്താ പറയാ അവർക്ക് വേണ്ട ഡയറ്റുകൾ ഫോളോ ചെയ്യിപ്പിക്കാം. ഹോസ്പിറ്റൽസിലോ ഉള്ള അവർക്ക് വേണ്ടിയിട്ടുള്ള ഫുഡുകൾ പ്രിപ്പയർ ചെയ്യാം. മറ്റു ഇൻസ്റ്റിറ്റ്യൂഷൻസും എസ്റ്റാബ്ലിഷ്മെന്റ്സിലും വർക്ക് ചെയ്യുന്ന വർക്കേഴ്സ് ആവട്ടെ, ഏത് സെക്ടറിൽ വർക്ക് ചെയ്യുന്നവർ അവർക്കൊക്കെ വേണ്ട ഫുഡ് പ്രിപ്പയർ ചെയ്യേണ്ട ഉത്തരവാദിത്വം ആർക്കാണ്? ഡയറ്റീഷ്യനാണ്. ഡയറ്റിക് പ്രിൻസിപ്പിൾസ് അനുസരിച്ചാണ് നമ്മൾ ഫുഡ് പ്രിപ്പയർ ചെയ്യുന്നത് എന്ന് മുതൽ ആ ഫുഡ് പർച്ചേസ് ചെയ്യുമ്പോഴത്തെ ഡ്യൂട്ടീസും കറക്റ്റ് ആയിട്ടുള്ള ഫുഡുകൾ പർച്ചേസ് ചെയ്യാതെ നമ്മുടെ പേഷ്യന്റിന്റെ കയ്യിൽ എത്തുന്നുണ്ടെന്ന് വരെയും ഉറപ്പ് വരുത്തേണ്ട ഉത്തരവാദിത്തം ആർക്കാണ്? ഡയറ്റീഷ്യനാണ്. സോ ഇൻട്രൊഡക്ഷനും ഒബ്ജക്റ്റീവ്സും വേഗം ഒന്ന് വായിച്ച എല്ലാവരും. ഇൻട്രൊഡക്ഷൻ ടു ഒബ്ജക്റ്റീവ്സ് ഒന്ന് വായിച്ചേ.
ഓക്കെ, വായിച്ചു കഴിഞ്ഞാൽ എല്ലാവരും നോക്കാട്ടെ. ഇനി അടുത്ത് വരുന്ന പോർഷൻ, വാട്ട് ഈസ് ദി ഇമ്പോർട്ടൻസ് ഓഫ് ഡയറ്ററി മാനേജ്മെന്റ്. ഡയറ്ററി മാനേജ്മെന്റിന്റെ ഇമ്പോർട്ടൻസ് എന്തൊക്കെയാണ്? നമുക്ക് നല്ലൊരു ഹെൽത്തി ലൈഫ് സ്റ്റൈൽ ഫോളോ ചെയ്യാനായിട്ട്, നമുക്ക് നല്ലൊരു ഹെൽത്തി ലൈഫ് സ്റ്റൈൽ ഫോളോ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മളെ പ്രാപ്തരാക്കുന്നത് ഈ ഒരു നല്ല ഡയറ്ററി മാനേജ്മെന്റ് ആണ്. A lifestyle can be obtained by sustaining a balanced diet. നമുക്കൊരു ബാലൻസ്ഡ് ഡയറ്റ് നിലനിർത്തിക്കൊണ്ട് നമ്മുടെ ഒരു നല്ല ഹെൽത്തി ആയിട്ടുള്ള ലൈഫ് സ്റ്റൈൽ, ജീവിതശൈലി നമുക്ക് ഫോളോ ചെയ്യാനായിട്ട് പറ്റും. Keeping in consideration to meet all the essential requirement needed by the body. അതേപോലെ തന്നെ നമ്മുടെ ബോഡിക്ക് ആവശ്യമുള്ള എസെൻഷ്യൽ ന്യൂട്രീഷൻസ് ഉണ്ടല്ലോ, അതെല്ലാം കൺസിഡർ ചെയ്തുകൊണ്ട്, അതെല്ലാം നമ്മൾ കഴിക്കുന്നുണ്ടെന്ന് ഉറപ്പ് വരുത്തിക്കൊണ്ട് തന്നെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? പ്രോപ്പർ ആയിട്ട് ഡയറ്റ് എടുക്കാൻ പറ്റും. എ പ്രോപ്പർ മീൽ പ്ലാൻ ഹെൽപ്സ് ടു അച്ചീവ് ഐഡിയൽ ബോഡി വെയിറ്റ്. ഒരു പ്രോപ്പർ ആയിട്ടുള്ള മീൽ പ്ലാൻ ഉണ്ട്, ഡയറ്റ് പ്ലാൻ നമുക്ക് ഉണ്ടെങ്കിൽ നമുക്ക് നല്ല രീതിയിൽ നല്ല ബോഡി വെയിറ്റ് അച്ചീവ് ചെയ്യാൻ പറ്റും. ലോവർ ദ റിസ്ക് ഓഫ് ക്രോണിക് ഡിസീസ് ലൈക്ക് ഡയബറ്റിക്, കാർഡിയോവാസ്കുലർ ഡിസീസ് ആൻഡ് അതർ ടൈപ്സ് ഓഫ് ക്യാൻസർ. അതേപോലെ തന്നെ ഈ പറഞ്ഞിട്ടുള്ള ക്രോണിക് ഡിസോർഡേഴ്സ്, വിട്ടുമാറാത്ത അസുഖങ്ങൾ ഉണ്ടാവില്ല, ക്രോണിക് ആയിട്ട് നമ്മളുടെ ലൈഫിൽ വിട്ടുമാറാത്ത അസുഖങ്ങൾ, ഡയബറ്റിക്സ്, കാർഡിയോവാസ്കുലർ ഡിസീസ് എന്ന് പറയുന്നത് ഹാർട്ട് സംബന്ധമായിട്ടുള്ള അസുഖങ്ങള്, അതേപോലെ തന്നെ മറ്റു ക്യാൻസേഴ്സ്, നമുക്കത് പ്രോപ്പർ ആയിട്ടുള്ള ഡയറ്റ് ഒക്കെ ഫോളോ ചെയ്യുകയാണെങ്കിൽ നമുക്കൊരു പരിധി വരെ എന്ത് ചെയ്യാൻ പറ്റും? അവോയ്ഡ് ചെയ്യാനായിട്ട് പറ്റും എന്നാണ് പറയുന്നത്. ഇനി എക്സാമ്പിൾസ് ഓഫ് ടൈപ്സ് ഓഫ് ഡയറ്റ്. നമുക്ക് ഒരു 7 ഡയറ്റിനെ കുറിച്ച് പഠിക്കാനുണ്ട്. കാർഡിയാക് ഡയറ്റ്, റീനൽ ഡയറ്റ്, ലോ സോഡിയം ഡയറ്റ്, സോഫ്റ്റ് ഡയറ്റ്, ഡയബറ്റിക് ഡയറ്റ്, ഹൈ പ്രോട്ടീൻ ഡയറ്റ്, ലിക്വിഡ് ഡയറ്റ്. ഓരോന്നും നമുക്ക് ഇവിടെ എക്സ്പ്ലെയിൻ ചെയ്തിട്ടില്ലെങ്കിലും നമുക്കത് ഭാവിയിലേക്ക് ആവശ്യമുണ്ട്. അതുകൊണ്ട് ഞാൻ ഓരോന്നും പറഞ്ഞു പോവാണ്, ഓരോ ഡയറ്റിനെ കുറിച്ചിട്ട് എക്സ്പ്ലെയിൻ ചെയ്തു പോവാണ്. കാരണം നമ്മള് ഇപ്പൊ എക്സാമിന് വേണ്ടി പഠിക്കുമ്പോൾ നിങ്ങൾക്ക് ഈ ഒരു ഭാഗത്ത് നിന്ന് ക്വസ്റ്റ്യൻ വരില്ലെങ്കിലും നമുക്ക് എന്താണ് കാർഡിയാക് ഡയറ്റ് എന്നുള്ളതൊക്കെ അറിഞ്ഞിരിക്കുന്നത് നമ്മളെ സംബന്ധിച്ച് നല്ലതാണ്. ഭാവിയിലേക്ക് എപ്പോഴെങ്കിലും നിങ്ങൾക്ക് അത് യൂസ്ഫുൾ ആയിരിക്കും. ഓക്കെ, ഈ കാർഡിയാക് ഡയറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഹാർട്ട് ഹെൽത്തി ആയിട്ട് ഇരിക്കാൻ വേണ്ടിയിട്ടുള്ള ഡയറ്റിനെയാണ് കാർഡിയാക് ഡയറ്റ് എന്ന് പറയുന്നത്. കാർഡിയാക് ഡയറ്റ് ഈസ് എ ഡയറ്റ് ഫോക്കസ് ഓൺ റെഡ്യൂസിങ് സോഡിയം, ഫാറ്റ്, കൊളസ്ട്രോൾ ഇൻടേക്സ്. നമ്മൾ ഈ പറഞ്ഞ സോഡിയം, ഫാറ്റ്, കൊളസ്ട്രോൾ ഒക്കെ നമ്മൾ എടുക്കുന്നത് കുറച്ചുകൊണ്ടുള്ള ഒരു ഡയറ്റ് ആണ് ഇത് കാർഡിയാക് ഡയറ്റ് എന്ന് പറയുന്നത്. ഈറ്റ് ഫ്രഷ് ഫ്രൂട്ട്സ് ആൻഡ് വെജിറ്റബിൾസ്. കാർഡിയാക് ഡയറ്റ്, ഹാർട്ട് പ്രോബ്ലം ഉള്ള പേഷ്യൻസ് ആണെങ്കിൽ നമ്മൾ കാർഡിയാക് ഡയറ്റ് ആയിരിക്കും പ്രിഫർ ചെയ്യുന്നത്. അവർ കൂടുതലായിട്ട് വെജിറ്റബിൾസും ഫ്രൂട്ട്സ് ആണ് എന്ത് ചെയ്യേണ്ടത്? കൺസ്യൂം ചെയ്യേണ്ടത്. അവോയ്ഡ് ഫാറ്റ് ഓഫ് മീറ്റ്സ്, റിമൂവ് ദ സ്കിൻ ഫ്രം ദ പോൾട്രി ആൻഡ് കൺസ്യൂം മോർ ഫിഷ്. അങ്ങനത്തെ കാര്യങ്ങൾ കൺസ്യൂം ചെയ്യണം, നല്ലതായിരിക്കും. ഫാറ്റി ആയിട്ടുള്ള ഐറ്റംസ് അവോയ്ഡ് ചെയ്യാം. നമുക്ക് നല്ല രീതിയിൽ നമ്മുടെ ഹാർട്ടിന്റെ ആരോഗ്യം എന്ത് ചെയ്യാൻ പറ്റും? നല്ല രീതിയിൽ മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട് പറ്റും ഏത് കാർഡിയാക് ഡയറ്റ് എടുക്കുകയാണെങ്കിൽ. റീനൽ ഡയറ്റ് ഓർ കിഡ്നി ഡയറ്റ് ആണ്. കിഡ്നിക്ക് എന്തെങ്കിലും പ്രശ്നമുള്ള പേഷ്യൻസ് ഫോളോ ചെയ്യേണ്ട ഡയറ്റ് ആണ് ഏത്? റീനൽ ഡയറ്റ്. കിഡ്നിയുടെ ആരോഗ്യം സംരക്ഷിക്കുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ ഫോളോ ചെയ്യേണ്ട ഡയറ്റ് ആണ് ഏത്? റീനൽ ഡയറ്റ് അല്ലെങ്കിൽ കിഡ്നി ഡയറ്റ് എന്ന് പറയുന്നത്. ഇപ്പൊ ഡയാലിസിസ് ഒക്കെ ചെയ്യുന്ന പേഷ്യൻസ് ഇല്ലേ, നമ്മള് ഡയാലിസിസ് ചാപ്റ്റർ എടുത്തില്ലേ ടീച്ചർ? അക്യൂട്ട് കിഡ്നി ഇഞ്ചുറി, അതേപോലെ തന്നെ എൻഡ് സ്റ്റേജ് കിഡ്നി. ഓക്കെ, അപ്പൊ അതിനെ കുറിച്ചൊക്കെ എടുത്തപ്പോ ഡയാലിസിസിനെ കുറിച്ചൊക്കെ മനസ്സിലായി. അപ്പോ ആ പേഷ്യൻസ്, ഡയാലിസിസ് ഒക്കെ ചെയ്യുന്ന പേഷ്യൻസ് ഫോളോ ചെയ്യേണ്ട ഡയറ്റ് ആണ് ഏത്? കിഡ്നി ഫെയിലിയർ ആയിട്ടുള്ള പേഷ്യൻസ് ഒക്കെ ഫോളോ ചെയ്യേണ്ട ഡയറ്റ് ആണ് ഏത്? റീനൽ ഡയറ്റ് എന്ന് പറയുന്നത്. A renal diet is a diet aims at keeping the level of fluid and mineral balance in the body in individual with
ക്രോണിക് കിഡ്നി ഡിസീസ് ഓർ ഹു ആർ ഓൺ ഡയാലിസിസ്. നമുക്കറിയാം നമ്മുടെ ബോഡിയിൽ ബ്ലഡ് പ്യൂരിഫൈ ചെയ്യാനായിട്ട് കിഡ്നിനെ കൊണ്ട് പറ്റാത്തൊരു സാഹചര്യത്തിലാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഡയാലിസിസ് ഒക്കെ ചെയ്യുന്നത്. അപ്പോ റീനൽ ഡയറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അധികം ലോഡ് കൊടുക്കാത്ത രീതിയിൽ നമ്മളുടെ ഫ്ലൂയിഡിലും മിനറൽസും ബാലൻസ് ചെയ്യുന്ന രീതിയിലുള്ള ഫുഡ് ഐറ്റംസ് ആയിരിക്കും നമ്മൾ എന്ത് ചെയ്യേണ്ടത്, കൺസ്യൂം ചെയ്യേണ്ടത്. പ്രോട്ടീൻ, സോഡിയം, ഫോസ്ഫറസ്, പൊട്ടാസ്യം എന്നിവയുടെ നിയന്ത്രണം ആണ് കുറയ്ക്കേണ്ടതാണ്. ഈ പറഞ്ഞുള്ള ഐറ്റംസ് ഒക്കെ നമ്മുടെ ഡയറ്റിൽ കുറയ്ക്കണം. ഏത് റീനൽ ഡയറ്റ് എന്ന് പറയുന്നത് ലോ സോഡിയം ഡയറ്റ് ആണ്. മെയിൻ ആയിട്ട് ലോ സോഡിയം ഡയറ്റ് ആരെടുക്കണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ BP പേഷ്യന്റ് ഉണ്ടല്ലോ, ഹൈ ബ്ലഡ് പ്രഷർ ഒക്കെ ഉള്ള പേഷ്യൻസ്, അവരാണ് ലോ സോഡിയം ഡയറ്റ് ഫോളോ ചെയ്യുന്നത്. A low sodium diet is an eating plan that the people can follow to reduce the amount of sodium in their diet. അവരുടെ സോഡിയം, ഉപ്പിന്റെ അളവ് കുറയ്ക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഫോളോ ചെയ്യേണ്ട ഡയറ്റ് ആണ് ഇത് സോഡിയം ഡയറ്റ് എന്ന് പറയുന്നത്. അടുത്താണ് സോഫ്റ്റ് ഡയറ്റ്. ചില പേഷ്യൻസിന് ഹാർഡ് ആയിട്ടുള്ള ഫുഡ് കഴിക്കാനായിട്ട് പറ്റില്ല. നമ്മള് സർജറി ഒക്കെ കഴിഞ്ഞിട്ടുള്ള പേഷ്യൻസ് ഉണ്ടാവില്ലേ, ഈ അബ്ഡോമൻ ഏരിയയില് വയറിന്റെ ഭാഗത്തൊക്കെ സിസേറിയൻ കഴിഞ്ഞവരുണ്ടാവില്ലേ, സ്ത്രീകളിൽ ചിലവർ സിസേറിയൻ കഴിഞ്ഞവരായിരിക്കും. അവർക്കറിയാം, അവർക്ക് ആദ്യം കൊടുക്കുന്ന ഡയറ്റ് ഫുഡ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഏറ്റവും ലൈറ്റ് ആയിട്ടുള്ള ഫുഡായിരിക്കും, സോഫ്റ്റ് ആയിട്ടുള്ള ഫുഡായിരിക്കും കൊടുക്കുന്നത്. അപ്പൊ അത് സിസേറിയൻ കഴിയുന്നവർക്ക് എനിക്ക് തോന്നുന്നു കഞ്ഞിവെള്ളം ഇപ്പോഴത്തെ ഫോളോ വേണ്ട, കഞ്ഞിവെള്ളം, അതേപോലെ പൊടിയരിക്കഞ്ഞി, അങ്ങനെ സോഫ്റ്റ് ആയിട്ടുള്ള ഫുഡ് ഐറ്റംസ് ആണ് കൊടുക്കുന്നത്. ഈ ഡയറ്റിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, സോഫ്റ്റ് ഡയറ്റ് എന്ന് പറയുന്നത്. കാരണം അവരുടെ ബോഡിയിൽ സർജറി ഒക്കെ കഴിഞ്ഞുകൊണ്ട് തന്നെ ഈ പറഞ്ഞ മെറ്റബോളിക് ആക്ടിവിറ്റീസ് ഒക്കെ റീസ്റ്റാർട്ട് ചെയ്ത് വരുന്നുള്ളൂ. അപ്പോ പെട്ടെന്ന് നമ്മൾ ഹാർഡ് ആയിട്ടുള്ള ഫുഡ് ഐറ്റംസ് കൊടുത്തു കഴിഞ്ഞാൽ എന്താണ് ഡൈജസ്റ്റ് ആവണമെന്നില്ല. അപ്പൊ കറക്റ്റ് ആയിട്ട് ഡൈജസ്റ്റ് ആവുന്ന രീതിയിലുള്ള ഫുഡ് ഐറ്റംസ് ആണ് കൂടുതലായിട്ട് കൊടുക്കേണ്ടത്. ഇനി അടുത്താണ് ഡയബറ്റിക് ഡയറ്റ്സ്. ഡയബറ്റിക് ഡയറ്റ്സ് എന്ന് പറഞ്ഞാല് ഡയബറ്റിക് പേഷ്യന്റ് ഉണ്ടല്ലോ, ബോഡിയില് ഷുഗറിന്റെ ലെവൽ കൂടുതലായിട്ടുള്ള പേഷ്യൻസ്, അവർ ഫോളോ ചെയ്യേണ്ട ഡയറ്റ്സ് ആണ് ഇത് ഡയബറ്റിക് ഡയറ്റ്സ് എന്ന് പറയുന്നത്. ഇത് എന്തിനു ഹെൽപ്പ് ചെയ്യുന്നു, നമ്മുടെ ബ്ലഡ് ഷുഗർ ലെവൽ കുറയ്ക്കാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്നു. ഫൈബേഴ്സ്, വെജിറ്റബിൾസ് ഒക്കെ അടങ്ങിയ ഫുഡ് ഐറ്റംസ് കഴിക്കുകയാണെങ്കിൽ നമുക്ക് ഡയബറ്റിക് കൺട്രോൾ ചെയ്യാനായിട്ട് പറ്റും. ഇനി അടുത്തതാണ് ഹൈ പ്രോട്ടീൻ ഡയറ്റ്. നല്ല പ്രോട്ടീൻ ഡയറ്റ് എടുക്കും. ഹൈ പ്രോട്ടീൻ ഡയറ്റ് ഈസ് എ ഡയറ്റ് വിച്ച് കണ്ടെയ്ൻസ് ഫുഡ് rich in protein are beneficial for daily routine. നമുക്ക് നമ്മുടെ ഡെയിലി കാര്യങ്ങളൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട്, പ്രോപ്പർ ആയിട്ടുള്ള ഒരു ആരോഗ്യം നിലനിർത്താൻ വേണ്ടിയിട്ട് ഹൈ പ്രോട്ടീൻ ഡയറ്റുകൾ നമ്മൾ എന്ത് ചെയ്യാറുണ്ട്, ഫോളോ ചെയ്യാറുണ്ട്. കൂടുതലായിട്ട് പ്രോട്ടീൻ അടങ്ങിയിട്ടുള്ള ഫുഡ്സ് കഴിക്കുന്നു, അങ്ങനെയൊക്കെ കേട്ടോ. ഇനി അടുത്തതാണ് ലിക്വിഡ് ഡയറ്റ്. ഈ ലിക്വിഡ് ആയിട്ട് ഫോളോ ചെയ്യണത് ചില പേഷ്യൻസ് ഉണ്ടാവും, അവർക്ക് കുഴലിലൂടെ ആയിരിക്കും ഭക്ഷണം കൊടുക്കുന്നത്. തോട്ട് റിലേറ്റഡ് ആയിട്ടുള്ള എന്തെങ്കിലും ഓപ്പറേഷൻസ് ഒക്കെ കഴിഞ്ഞിട്ടുള്ള പേഷ്യൻസ്, അവർക്കൊക്കെ എന്താണ് ഈ കുഴലിലൂടെ ആയിരിക്കും ഭക്ഷണം കൊടുക്കുന്നത്. ചില പേഷ്യൻസിന് മൂക്കിലൂടെ കൊടുക്കും. അങ്ങനെ കുറച്ച് പ്രശ്നങ്ങൾ, അങ്ങനത്തെ ഡയറ്റുകൾ അങ്ങനത്തെ പേഷ്യൻസ് ആണ് ലിക്വിഡ് ഡയറ്റ് എന്ത് ചെയ്യുന്നത്, ഫോളോ ചെയ്യണേ. ഓൺലി ലിക്വിഡ് ആയിട്ടുള്ള ഭക്ഷണങ്ങളായിരിക്കും കൊടുക്കുന്നത്. സൂപ്പ് അതേപോലെ തന്നെ ജ്യൂസ് ഐറ്റംസ്, അങ്ങനത്തെ ഐറ്റംസ് ആയിരിക്കും ലിക്വിഡ് ഡയറ്റ് കഴിക്കുന്നവർ ഫോളോ ചെയ്യണേ. ദ ഫുൾ ലിക്വിഡ് ഡയറ്റ് മീൻസ് എ പേഴ്സൺ ഈറ്റ് നോ സോളിഡ് ഫുഡ്. സോളിഡ് ആയിട്ടുള്ള ഖരമായിട്ടുള്ള ഒരു ഫുഡും കഴിക്കാത്ത ഡയറ്റിനെയാണ് എന്ത് പറയുന്നത്, ലിക്വിഡ് ഡയറ്റ് എന്ന് പറയുന്നത്. ഓൺലി കൺസ്യൂം ലിക്വിഡ് സച്ച് ആസ് സൂപ്പ്, ജ്യൂസ്. സൂപ്പും ജ്യൂസൊക്കെ കഴിക്കൂ അല്ലെ, അങ്ങനത്തെ ഫുഡ് ഐറ്റംസ് കഴിക്കുന്ന ഡയറ്റ് ആണ് ഏത്, നമ്മൾ ഈ പറഞ്ഞ എന്ത് ലിക്വിഡ് ഡയറ്റ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോ ഞാൻ ഈ പറഞ്ഞ കാർഡിയാക് ഡയറ്റ്, റീനൽ ഡയറ്റ്, ലോ സോഡിയം ഡയറ്റ്, സോഫ്റ്റ് ഡയറ്റ്, ഡയബറ്റിക് ഡയറ്റ്, ഹൈ പ്രോട്ടീൻ ഡയറ്റ്, ലിക്വിഡ് ഡയറ്റ്, ഏകദേശം ഈ ഓരോ ഡയറ്റിനെ കുറിച്ച് ഒരു ധാരണ വന്നിട്ടില്ലേ നിങ്ങൾക്ക്? നമുക്ക് ഇത് പോർഷനിൽ പഠിക്കാനില്ല, എന്നാൽ പോലും ഇതെന്താണെന്നുള്ളതൊരു മനസ്സിലാക്കി വെക്കുന്നത് നമുക്ക് ഹെൽപ്ഫുൾ ആണ്. ആ പേഷ്യന്റിന് ലിക്വിഡ് ഡയറ്റ് ആണ് ഫോളോ ചെയ്യേണ്ടത്. അപ്പൊ നമ്മൾ അവിടെ പോയിട്ട് ചോദിക്കാൻ പാടില്ല, ലിക്വിഡ് ഡയറ്റ് അതെന്തുവാ എന്ന് ചോദിക്കാൻ പാടില്ല, നാണക്കേടല്ലേ. നമ്മൾ ഈ ഒരു കോഴ്സ് ഒക്കെ കഴിഞ്ഞ് സർട്ടിഫിക്കറ്റ് ഒക്കെ വാങ്ങിച്ചു പോകുമ്പോൾ നമ്മുടെ കയ്യിൽ എന്തെങ്കിലും ഒരു സമ്പാദ്യം വേണ്ടേ, അല്ലെങ്കിൽ മാർക്ക് മാത്രമാണോ? അല്ലാട്ടോ,
നമ്മൾ എന്ത് കാര്യം ചെയ്താലും അതില് നമുക്ക് കിട്ടുന്ന ഒരു ബെനിഫിറ്റ്സ് ഉണ്ട്. അതിന് വേണ്ടിയിട്ട് എന്റെ ഒരു തൃപ്തിക്ക് വേണ്ടിയിട്ടും കൂടെയാണ് ഞാനത് പറഞ്ഞു തന്നത്. ഇനി ഹൈ പ്രോട്ടീൻ ഡയറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കുറച്ച് പ്രോട്ടീൻ കൂടുതൽ, സോഡിയത്തിന്റെ അളവ് കുറവ്, ഉപ്പിന്റെ അളവ് കുറവുള്ള ഡയറ്റ്സ് ഉണ്ടാവില്ലേ. BP ഒക്കെ ഉള്ള പേഷ്യൻസ് ഉപ്പ് കഴിക്കൂലല്ലോ, പല ഫുഡിലും ഉപ്പിന്റെ അളവ് കുറവായിരിക്കും. അതേപോലെ ഹൈ പ്രോട്ടീൻ ഡയറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പ്രോട്ടീന്റെ അളവ് കൂടുതലായിരിക്കും. പ്രോട്ടീൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്തിനൊക്കെയാണ് പ്രോട്ടീൻ ഉള്ളത്, കൂടുതലായിട്ടുള്ളത് എന്തറിയോ? എന്തിലാണ് കൂടുതലായിട്ട് പ്രോട്ടീൻ ഉള്ളത്? എഗ് വൈറ്റിലാണ് കൂടുതലായിട്ട് പ്രോട്ടീൻ ഉള്ളത്. നോട്ട് ദ പോയിന്റ്, എഗ് വൈറ്റ് തന്നെ പറയണം. ചിക്കൻ എഗ് വൈറ്റിലാണ് പ്രോട്ടീൻ ഉള്ളത്. എഗിന്റെ ഉള്ളിലുള്ളത് യെല്ലോ കളറിൽ അത് ഫാറ്റ് ആണ്. ഓക്കെ, അപ്പൊ ഇതേപോലത്തെ ഐറ്റംസ് ആയിരിക്കും അവരെന്ത് ചെയ്യണം, ഹൈ പ്രോട്ടീൻ ഡയറ്റില് യൂസ് ചെയ്യുന്നത്. ഇതൊക്കെ കഴിക്കണം, അത്രേ ഉള്ളൂ. ഞാനെന്നാ ഈ ഡയറ്റ് വെച്ച് നിർത്തട്ടെ ഇന്ന് ക്ലാസ്. ഇതൊരു ക്ലാസ് അല്ലേ, ഫസ്റ്റ് ചാപ്റ്റർ, ഒരു പുതിയ ചാപ്റ്റർ അല്ലേ. ഞാൻ ഡയറ്ററി സർവീസ് ഈ ഡയറ്റോട് കൂടി നിർത്താണ്. നെക്സ്റ്റ് ക്ലാസ്സിൽ ലൊക്കേഷൻ ഡിസൈൻ, സ്റ്റാഫിംഗ് ആണ് കണ്ടിന്യൂ ചെയ്ത് ക്ലാസ് എടുക്കാം. ഓക്കെ, അപ്പോ എല്ലാവരും നോക്കാം. ഞാൻ ഇന്ന് ക്വസ്റ്റ്യൻ ഇടുന്നത് മിക്കവാറും ബയോമെഡിക്കൽ വേസ്റ്റിൽ നിന്നും കുറച്ച് ക്വസ്റ്റ്യൻസ്, ഡയറ്ററി സർവീസിൽ നിന്നും കുറച്ച് ക്വസ്റ്റ്യൻസ് നോക്കിയിട്ട് കമ്പയർ ചെയ്തിടുള്ളൂ കേട്ടോ. ഓക്കെ, അപ്പൊ അത് നിങ്ങൾ നോക്കിയിട്ട് അറ്റൻഡ് ചെയ്യാം. നിങ്ങൾ പറഞ്ഞ പ്രശ്നങ്ങൾ എന്തൊക്കെയാണെന്ന് ഞാൻ നോക്കട്ടെ, റിപ്പീറ്റ് ചെയ്തിട്ടുണ്ടോ, അങ്ങനെ ക്വസ്റ്റ്യൻസ് റിപ്പീറ്റ് ചെയ്തിട്ടുണ്ടോ എന്നുള്ളത് ഞാനൊന്ന് ചെക്ക് ചെയ്യട്ടെ. എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് ഞാൻ മാറ്റി കൊടുക്കാം കേട്ടോ. ഓക്കെ, അപ്പൊ താങ്ക് യു ഓൾ. Thank you, ma'am. Thank you, ma'am. Thank you.